വായിക്കുകയാണ്. അങ്ങ് എന്റെ ദീപം കൊളുത്തുന്നു, ദൈവമായ കർത്താവ് എന്റെ അന്ധകാരം അകറ്റുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതെ, വചനമാകുന്ന ദീപം നമ്മുടെ ഹൃദയങ്ങളിൽ ഇപ്പോൾ കൊളുത്തുന്ന നിമിഷങ്ങളാണ്. അപ്പോൾ അന്ധകാരങ്ങളെല്ലാം മാറിപ്പോകും. വചനം വലിയ പ്രകാശം നമ്മുടെ ഹൃദയങ്ങളിൽ പരത്തും. പ്രിയപ്പെട്ടവരെ, വചന ശുശ്രൂഷയ്ക്കായിട്ട് നമ്മൾ ഒരുങ്ങുന്നു. ഇന്ന് കർത്താവിന്റെ വചനം നമുക്ക് വേണ്ടി പങ്കുവെച്ചു തരുന്നത് ബഹുമാനപ്പെട്ട തോമസ് അമ്പാട്ടുകുഴി അച്ഛനാണ്. നമുക്കറിയാം, ഈ നാളുകളിൽ ഷാലോം ടെലിവിഷനില് ജീവന്റെ കവാടം എന്ന ആ പ്രോഗ്രാമിലൂടെ അച്ഛനെ നമുക്ക് പരിചയമുണ്ട്. അച്ഛൻ വിൻസെൻഷൻ സഭാംഗമാണ്. അച്ഛനിപ്പോൾ ചെന്നൈയില് ഡിവൈൻ മേഴ്സി റിട്രീറ്റ് സെന്ററിന്റെ ഡയറക്ടറായിട്ട് ശുശ്രൂഷ ചെയ്യുകയാണ്. നമുക്കൊരു നിമിഷം എഴുന്നേറ്റ് നിന്നുകൊണ്ട് അഭിവന്യ വൈദികനെ കരങ്ങളടിച്ച് സ്വാഗതം ചെയ്യാം. ഹല്ലേലൂയ. ഒരു നിമിഷം കണ്ണുകളടച്ച് ഈ വരുന്ന മണിക്കൂറിൽ കർത്താവ് നമ്മോട് സംസാരിക്കുവാനും കർത്താവ് സംസാരിക്കുന്ന വചനങ്ങൾ ജീവന്റെ വചനങ്ങളായി നമ്മുടെ ഹൃദയങ്ങളിൽ പതിക്കുവാനും ഉരുകുന്ന നമ്മുടെ ജീവിതങ്ങളിലേക്ക്, വേദനിക്കുന്ന മനസ്സിന്റെ മേഖലകളിലേക്ക്, കഷ്ടതയേറുന്ന ജീവിതപാതകളിലേക്ക് ദൈവത്തിന്റെ ജീവനുള്ള വചനം കടന്നുവന്ന് നമുക്ക് ജീവൻ നൽകുവാൻ ഈ മണിക്കൂറുകളിൽ, ഈ രാത്രിയിൽ കർത്താവ് കൃപ ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ സമയം, തുടർന്ന് വരുന്ന മണിക്കൂറിലും അതിശക്തമായി അവിടുന്ന് നമ്മുടെ ജീവിതങ്ങളിലേക്ക് കടന്നു വരാൻ വേണ്ടി പ്രാർത്ഥിക്കാം. രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഈ നിമിഷം നിങ്ങളോട് വചനം പറയുന്ന എന്നെയും കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരെയും ദൈവം ആഗ്രഹിക്കുന്ന വിധത്തിൽ ഈ മണിക്കൂറിൽ നയിക്കുവാൻ വേണ്ടി പ്രാർത്ഥിച്ച് നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. കർത്താവേ നന്ദി. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും ഇരിക്കാം. മിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ള സഹോദരീ സഹോദരന്മാരെ, ഇവിടെ ഇരിക്കുന്ന നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു പ്രശ്നമില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈവെക്കാവോ? എല്ലാവരും വേണം ഒന്ന് പുറകോട്ടൊക്കെ തിരിഞ്ഞ് നോക്കുന്നത് നല്ലതാണ്. ആരെങ്കിലും കൈപൊക്കിയിട്ടുണ്ടോ എന്നൊക്കെ അറിയാം. ചിലരിയ്ക്കുന്നത് വിചാരിക്കുന്നത് എനിക്ക് മാത്രമേ പ്രശ്നമുള്ളൂ എന്ന് കരുതിയിരിക്കുന്നവരുമുണ്ട്. വേറെ ചിലര് എന്നോടത്തോളം പ്രശ്നമുള്ള വേറെ ആരുമില്ല എന്ന് കരുതിയിരിക്കുന്നവരുണ്ട്. ലോകത്തിലേക്കും വെച്ച് ഏറ്റവും വലിയ പ്രശ്നവുമായിട്ടാണ് ഞാൻ നടക്കുന്നത് എന്നും വേറെ ചിലർ വിചാരിച്ച് വളരെയേറെ വിഷമിച്ച് വിഷാദത്തോടെ കഴിയുന്നവരുണ്ട്. നിങ്ങളെ കണ്ടിട്ട് അത്രയും തോന്നില്ല കേട്ടോ. പക്ഷെ നമ്മളെയൊക്കെ ജീവിതത്തിലേക്ക് ഓരോരോ പ്രശ്നങ്ങൾ വരുമ്പോൾ, പ്രതിസന്ധികൾ വരുമ്പോൾ, നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ കാര്യങ്ങൾ നടക്കാതെ വരുമ്പോൾ നമ്മളെയൊക്കെ പിടിച്ചു കുലുക്കുന്ന, മനസ്സിനെ ഒത്തിരിയേറെ വിഷാദത്തിലേക്ക് നയിക്കുന്ന, ഭയത്തിലേക്ക് നയിക്കുന്ന അവസരങ്ങൾ പലതുണ്ട്. വേദപുസ്തകത്തിലേക്ക് തന്നെ നോക്കുമ്പോൾ ഒത്തിരിയേറെ വിഷാദത്തിലേക്ക് നയിച്ചേക്കാവുന്ന പ്രശ്നസങ്കീർണമായ അനുഭവങ്ങളിലൂടെ കടന്നുപോയ അനേക വ്യക്തികളെ നമുക്ക് കാണാൻ സാധിക്കും. ജീവിതത്തിൽ ഒത്തിരിയേറെ
പിടിച്ചുകുലുക്കി ഒത്തിരിയേറെ സംഭവങ്ങളിലൂടെ കടന്നുപോയ ഒരു മനുഷ്യൻ, ഒരു യുവാവുണ്ട് പഴയ നിയമത്തിൽ. ഭയപ്പെട്ടേക്കാവുന്ന, അതുപോലെ തന്നെ വേണമെങ്കിൽ ഇനി ജീവിച്ചിട്ട് ഒരു കാര്യവുമില്ല എന്ന് പോലും ചിന്തിച്ചേക്കാവുന്ന, എല്ലാവരാലും വെറുക്കപ്പെട്ട ഒരു ജീവിതമെന്ന് പോലും ചിന്തിപ്പിക്കുന്ന ഒരു ജീവിതാനുഭവങ്ങളിലൂടെ കടന്നുപോയൊരു യുവാവുണ്ട്. 12 മക്കളിൽ ഏറ്റവും ഇളയവനാണവൻ. ആരാണത്? ജോസഫ്. പഴയ നിയമത്തിലെ ജോസഫ്. അവന് നന്നേ ചെറുപ്പത്തിൽ തന്നെ ദൈവികമായ വെളിപാടും സ്വപ്നങ്ങളുമൊക്കെ ലഭിച്ചുകൊണ്ടിരുന്ന ഒരു പയ്യൻ. അവന്റെ ബാക്കിയുള്ള 11 സഹോദരന്മാർക്കും ഇവന് ലഭിക്കുന്ന ഈ സ്വപ്നങ്ങളും സ്വപ്നവ്യാഖ്യാനങ്ങളും ഒക്കെ കേൾക്കുമ്പോൾ അവനോട് അസൂയയും വെറുപ്പുമായി. പുറപ്പാട് പുസ്തകത്തിൽ 37 മുതൽ 37, 38, 33, 40 അധ്യായങ്ങളിലൊക്കെ നമ്മൾ ഇതിനെക്കുറിച്ച് കാണുന്നുണ്ട്. നമ്മൾ 37 വായിക്കുന്നുണ്ട്, അവന്റെ സഹോദരന്മാർക്ക് അവനോട് അവന്റെ സ്വപ്നങ്ങളും അവന്റെ വാക്കുകളും കൊണ്ട് അവനോട് വെറുപ്പ് തോന്നി. നമുക്കറിയാം, വെറുപ്പ് തോന്നി അവൻ എന്ത് ചെയ്തു? പൊട്ടക്കിണറ്റിലേക്ക് തള്ളിയിട്ട്, ആദ്യം കൊല്ലാനാണ് പ്ലാൻ ചെയ്തത്, പക്ഷേ പിന്നീട് അവനെ ഒരു പൊട്ടക്കിണറ്റിലേക്ക് തള്ളിയിട്ടു. ശാരീരികമായി ഒത്തിരിയേറെ വേദനിച്ചു കാണും ആ ചെറുപ്പക്കാരൻ, ആ പയ്യൻ. ഒത്തിരിയേറെ വേദനിക്കപ്പെട്ട ആ ചെറുപ്പക്കാരൻ അവനെ ഇസ്മായേലീര് ആ വഴി കടന്നുപോയ ബിസിനസ്സുകാരാണ്. അവരവനെ പിടിച്ച്, നല്ല പയ്യനെന്ന് കരുതി അവനെയും പിടിച്ചു കൊണ്ടുപോയി. അതുപോലെ ഈജിപ്തിലെ രാജാവിന്റെ ഫറവോയുടെ രാജ്യത്തിലെ ഉദ്യോഗസ്ഥനായ പൊത്തിഫറിന് അവനെ വിൽക്കുകയാണ്. നല്ലൊരു വിലയ്ക്ക് വിറ്റു. അങ്ങനെ അവൻ പൊത്തിഫറിന്റെ വീട്ടിൽ വിശ്വസ്തനായി അവിടെ ജീവിക്കുകയാണ്. അങ്ങനെ ജീവിച്ച് അവിടെ പൊത്തിഫറിന്റെ കുടുംബത്തിനും അവന്റെ വയലിനും അവൻ ചെയ്ത എല്ലാ ജോലിക്കും പൊത്തിഫറിന്റെ എല്ലാ മേഖലയിലും ഈ ജോസഫ് വഴി അനുഗ്രഹം ലഭിച്ചുവെന്ന് നമ്മൾ വായിക്കുകയാണ്. നോക്കുക, സഹോദരങ്ങൾ തള്ളിക്കളഞ്ഞ് അവരെല്ലാവരും വെറുത്ത ഒരു ജീവിതം. പക്ഷെ ഈ ജോസഫ് ഒരു നിമിഷം പോലും തന്റെ സഹോദരങ്ങളെ വെറുക്കുകയോ തനിക്കെതിരെ കരമുയർത്തിയ തന്റെ സഹോദരങ്ങളെ അവരെ ശിക്ഷിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുകയൊന്നും ചെയ്യുന്നില്ല. നമ്മളൊക്കെ നോക്കിക്കേ, പലപ്പോഴും പല ക്രൈസ്തവര്, പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുന്നവർ പോലും എതിരാളികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴും ക്ഷമിച്ച് പ്രാർത്ഥിക്കാതെ എതിരാളികളെയൊക്കെ ഒരു പാഠം പഠിപ്പിക്കാൻ വേണ്ടി പോലും പലരും ഉള്ളുരുകി പ്രാർത്ഥിക്കാറുണ്ട്. എതിരാളികൾക്ക് എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമ്പോൾ, അവർക്ക് എന്തെങ്കിലുമൊക്കെ വേദന സംഭവിക്കുമ്പോൾ, തകർച്ച സംഭവിക്കുമ്പോൾ ആരും അറിയാതെയെങ്കിലും ഉള്ളിൽ സന്തോഷിക്കുന്നവരും ചുരുക്കമൊന്നുമല്ല. ഇവിടെ ഈ ചെറുപ്പക്കാരനെ നോക്കുക, അവൻ ആരോടും പരാതിയില്ല, പരിഭവമില്ല. പൊട്ടക്കിണറ്റിൽ വീണപ്പോൾ അവന് ശാരീരികമായ തകർച്ചയായിരുന്നു, ശാരീരികമായ ക്ലേശമാണ് ഉണ്ടായതെങ്കിൽ ഇതാ പൊത്തിഫറിന്റെ വീട്ടിൽ വന്നപ്പോൾ അവൻ മൂലം പൊത്തിഫറിന്റെ വീട്ടിൽ ഒത്തിരിയേറെ ഉയർച്ചയും വളർച്ചയും അനുഗ്രഹങ്ങളും സമൃദ്ധമായിട്ടുണ്ടായെങ്കിലും അവസാനം നമുക്കറിയാം, സുമുഖനായ ജോസഫിനെ കണ്ട പൊത്തിഫറിന്റെ ഭാര്യയ്ക്ക് ജോസഫിൽ അഭിലാഷം തോന്നി. അവളോടുകൂടെ ശയിക്കാൻ വേണ്ടി അവനെ നിർബന്ധിച്ചു. പക്ഷെ കർത്താവിനെതിരായി ഞാൻ പാപം ചെയ്യില്ല എന്ന് ദൃഢമായിട്ട് ഉറപ്പിച്ചു പറഞ്ഞ ആ ചെറുപ്പക്കാരനോ അവനെതിരെ പൊത്തിഫറിന്റെ ഭാര്യ പണമുയർത്തുകയാണ്. അവനെ അവിടെ നിന്ന് എങ്ങനെയെങ്കിലും ഓടിക്കാൻ വേണ്ടി അവൾ സകല ആയുധങ്ങൾ ഇടുകയാണ്. അങ്ങനെ ഒടുവിൽ അവനെതിരെ ദുരാരോപണം ഉന്നയിച്ച് അവനെ അവസാനം ജയിലിലാക്കുകയാണ്. അവളെ അവൻ കടന്നു പിടിച്ചു എന്ന് പറഞ്ഞ് അവൾ നിലവിളിച്ച് കരഞ്ഞ് അവസാനം അവനെ നാണം കെടുത്തുകയാണ്. ഇതൊക്കെ ഇന്നും നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ, ഇത് വേറെ പല രൂപങ്ങളിൽ നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ ഉണ്ടാകുന്ന സംഭവങ്ങളാണ്. ചെയ്യാത്ത കുറ്റത്തിന് തെറ്റിദ്ധരിക്കുന്ന, ഇല്ലാത്തത് പറഞ്ഞു വരുത്തി ദുഷ്പേരുണ്ടാക്കുന്ന, ചെയ്യാത്ത കുറ്റത്തിന്റെ പേരിൽ ശിക്ഷിക്കപ്പെടുന്ന അവസ്ഥ, ഇതൊക്കെ നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ പലർക്കും ഉണ്ടാകുന്ന കാര്യമാണ്. ന്യായമായിട്ട് ലഭിക്കേണ്ടത് ലഭിക്കാതെ ഹനിക്കപ്പെടുന്ന അവസ്ഥ. ഇന്ന് പ്രഭാതത്തിൽ ഞാൻ ഇങ്ങോട്ട് വരുന്ന സമയത്ത് തന്നെ എന്റെ ഒരു സുഹൃത്ത് കുടുംബം എന്നെ ഫോണിൽ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, അപ്പൻ വളരെ ചെറുപ്പത്തിൽ, വളരെ നാളുകൾക്ക് മുമ്പ് മരിച്ചു. പക്ഷെ അപ്പൻ ഭയങ്കരമായ കുടിക്കാരനായതുകൊണ്ട് അപ്പന്റെ പേരിലുണ്ടായിരുന്ന സ്വത്തും പിന്നീട് വാങ്ങിയ സ്വത്തുമൊക്കെ അമ്മയുടെ പേരിൽ തന്നെയാണ് വാങ്ങിയത്. 3 മക്കളുണ്ട്. 3 ആൺമക്കളും ഒരു മകളുമാണുള്ളത്. മക്കളെയൊക്കെ കെട്ടിച്ചു വിട്ടു, എല്ലാവരും വേറെയാണ്. അമ്മയാണ് ഇപ്പോൾ ഉള്ളത്. അമ്മയുടെ കൂടെ ഒരു മകനുമുണ്ട്. സ്വത്ത് വേറെ ആർക്കും വിധിച്ചു കൊടുത്തിട്ടില്ല ഇതുവരെ. അപ്പൻ മരിക്കുന്നതിന് മുമ്പും കൊടുത്തില്ല. എന്നാൽ സ്വത്തെല്ലാം അമ്മയുടെ പേരിലുമാണ്. ഇത്രയും കാലമൊക്കെ മക്കൾക്ക്, 3 ആൺമക്കൾക്കായിട്ടും അമ്മയ്ക്കായിട്ടും സ്വത്തെല്ലാം വീതിച്ചു കൊടുക്കാമെന്നൊക്കെ പറഞ്ഞ് അമ്മയിരുന്നു. ഒരിക്കൽ
അത് കൊടുത്തേക്കാമെന്ന് പറഞ്ഞ് വിറ്റ് 3 പേർക്കും 3 മക്കൾക്കുമായിട്ട് വീതിച്ചു കൊടുക്കാം എന്ന് എല്ലാവരുടെ കൂടി തീരുമാനിച്ച് ഒരാൾ അഡ്വാൻസ് കൊടുത്ത് സ്ഥലം വാങ്ങാൻ വേണ്ടി അഡ്വാൻസും കൊടുത്തു. പക്ഷേ ഇന്ന് വൈകുന്നേരത്തോടെ അമ്മ പറയുന്നു, സ്ഥലം വിൽക്കുന്നുമില്ല, സ്ഥലം ആർക്കും കൊടുക്കുന്നുമില്ല, എന്റെ ഇളയ മകന് ഞാൻ മുഴുവൻ കൊടുക്കുകയാണ്. ഇന്ന് അതിലൊരു മകൻ എന്നെ നിലവിളിച്ചുകൊണ്ട്, ഈ സമീപപ്രദേശത്ത് തന്നെയാണ്, നിലവിളിച്ചുകൊണ്ട് അവൻ കരഞ്ഞു പറയുകയാണ്, അച്ഛാ എന്താ ചെയ്യേണ്ടത്, കേസ് കൊടുക്കട്ടെ? ഞാൻ പറഞ്ഞു, മാനുഷികമായ നിലയിലാണെങ്കിൽ നിനക്ക് കേസ് കൊടുക്കാം. ദൈവികമായ വഴിയിൽ നീ കേസ് കൊടുത്ത് നിനക്കിനി ന്യായമായിട്ട് കിട്ടേണ്ട ഒരു സ്വത്ത് നിനക്ക് ന്യായമായിട്ട് നീ വാങ്ങിച്ചെടുത്താലും ലഭിക്കുന്നതിനേക്കാൾ വലിയ അനുഗ്രഹവും വലിയ സമാധാനവും നിനക്കതങ്ങ് വിട്ടുകൊടുത്ത് നീ ഇനി അമ്മ തന്നില്ലെങ്കിൽ വേണ്ട എന്ന് പറഞ്ഞ് നീ ദൈവത്തിൽ വിശ്വസിച്ച് പോയി കഴിഞ്ഞാൽ ദൈവം നിന്നെ അനുഗ്രഹിക്കും. 2 വഴികൾ നിന്റെ മുമ്പിലുണ്ട്, ഏത് വേണമെങ്കിലും നിനക്ക് തെരഞ്ഞെടുക്കാം. ഞാൻ ചോദിച്ചു, അച്ഛാ ഞാൻ എന്ത് ചെയ്യണം? ഞാൻ പറഞ്ഞു, 2ാമത്തെ വഴിയായിരിക്കും നിനക്ക് അനുഗ്രഹത്തിന്റെ വഴി. പ്രിയപ്പെട്ടവരെയും, നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളിലും, നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ സകല പ്രശ്നങ്ങളിലും നമുക്ക് മുമ്പിൽ ദൈവം വഴികൾ തുറന്നു തരുന്നുണ്ട്. ആ വഴികളെ കണ്ടെത്തി നമ്മൾ ലോകവും മാനുഷികമായ വഴികളും നമുക്ക് കാണിച്ചു തരുന്ന വഴികൾ വിട്ടിട്ട് ദൈവത്തിന്റെ വഴികളിലേക്ക് ചരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ദൈവം നമ്മളെ പച്ചയായ പുൽമേടുകളിലൂടെ നയിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം. ഒരു കരമുയർത്തി പറയാം, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രശ്നങ്ങൾക്ക് മേൽ പ്രശ്നങ്ങളും വരുമ്പോ പലപ്പോഴും നമ്മൾ പെട്ടെന്ന് ഭയപ്പെടുകയാണ്. ഈ പ്രശ്നങ്ങൾ വരുമ്പോഴേക്ക് പലപ്പോഴും വിചാരിക്കുന്നു, ദൈവം എന്നെ കൈവിട്ടു, ദൈവം എനിക്ക് സഹായത്തിനില്ല, ഇത്രയൊക്കെ പ്രാർത്ഥിച്ചിട്ടും ദൈവം എന്തേ ഇങ്ങനെയൊക്കെ ചെയ്തത്, ഞാനിങ്ങനെ പാപമൊന്നും ചെയ്യാതെയും വിശുദ്ധമായിട്ടൊക്കെ ജീവിച്ചിട്ടും ഇത്രയൊക്കെ പ്രാർത്ഥിച്ചിട്ടും ദൈവം എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ എന്റെ ജീവിതത്തിൽ ചെയ്യുന്നു, അങ്ങനെയെങ്കിൽ ഇനി പ്രാർത്ഥന അങ്ങ് നിർത്തിയേക്കാം എന്നൊക്കെ വിചാരിച്ച് ദൈവത്തിന് വിരോധമായിട്ട് ചിന്തിക്കുന്നവരുമുണ്ട്. പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം ഓർക്കുക, ജോസഫിന്റെ ജീവിതത്തിലേക്ക് നോക്കുമ്പോ അവന്റെ ജീവിതത്തിൽ അടിക്കടി ഭൗതികമായിട്ട് ഈ ലോകത്തിന്റെ കണ്ണുകളിലൂടെ നോക്കിക്കഴിഞ്ഞാൽ അവിടെ തിന്മ ജയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അവന്റെ ജീവിതത്തിൽ. പൊത്തിഫറിന്റെ കുടുംബത്തിൽ അവൻ വളരെ വിശുദ്ധമായിട്ട് ജീവിച്ചിട്ടും അവിടെ വാസ്തവത്തിൽ നമ്മുടെ ഈ കണ്ണുകൊണ്ട് നോക്കിക്കഴിഞ്ഞാൽ, ശാരീരികമായ കണ്ണോടെ നോക്കിക്കഴിഞ്ഞാൽ അവിടെ വിജയിച്ചതാരാ? തിന്മ നിറഞ്ഞ ഹൃദയത്തോടെ സമീപിച്ച പൊത്തിഫറിന്റെ ഭാര്യ. അവള് വിചാരിച്ച പോലെ കാര്യങ്ങൾ നടന്നു. പക്ഷേ നമുക്കറിയാം, ദൈവത്തിന്റെ വഴികൾക്ക് വേണ്ടി, ദൈവം പ്രവർത്തിക്കാൻ വേണ്ടി ഇടം കൊടുത്ത, സമയം കൊടുത്ത യോസഫിന്റെ ജീവിതത്തിൽ ദൈവം പിന്നീട് അത്ഭുതകരമായി പ്രവർത്തിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നു. ഹല്ലേലൂയ. നമ്മൾ ഇന്ന് ഓർത്ത് നോക്കിക്കേ, നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന് പ്രവർത്തിക്കാൻ നമ്മൾ ഇന്ന് അവസരം കൊടുക്കുന്നുണ്ടോ, ഇടം കൊടുക്കുന്നുണ്ടോ, സ്ഥലം കൊടുക്കുന്നുണ്ടോ? പലപ്പോഴും ദൈവത്തിന് പ്രവർത്തിക്കേണ്ട സ്ഥലത്ത് ആ സമയത്ത് നമ്മൾ തന്നെ ഇടപെട്ട്, നമ്മൾ തന്നെ ഭയപ്പെട്ട്, നമ്മൾ തന്നെ ആകുലപ്പെട്ട് ദൈവത്തിന് പ്രവർത്തിക്കാനുള്ള സമയവും ദൈവത്തിന് പ്രവർത്തിക്കാനുള്ള സ്ഥലവും ഇല്ലാതാക്കുക. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? ദൈവം നമ്മുടെ ജീവിതങ്ങളിലേക്ക് ഇറങ്ങി വന്ന് ദൈവം നമ്മുടെ ജീവിതങ്ങളിൽ പ്രവർത്തിക്കേണ്ട ആ സാഹചര്യത്തിൽ ദൈവത്തിന് പ്രവർത്തിക്കാൻ പറ്റാതെ പോവുക. ദൈവം നിർജീവമായിട്ടിരിക്കുന്ന ഒരവസ്ഥ നമ്മുടെ ആരുടെയെങ്കിലും ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ടെങ്കിൽ അത് ദൈവത്തിന് പ്രവർത്തിക്കാൻ സമയം കൊടുക്കാത്തത് കൊണ്ടുള്ള ഒരു പ്രശ്നമാണ് എന്നോർക്കുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഭയം വന്നു കഴിഞ്ഞാലുണ്ടല്ലോ, നമ്മളെ പേടിപ്പിക്കുന്ന വിഷയത്തിലേക്കും ഭയപ്പെടുത്തുന്ന വ്യക്തിയിലേക്കുമായിരിക്കും നമ്മുടെ കണ്ണ് പതിക്കുന്നത്. ഗോലിയാത്ത് പേടിപ്പിച്ചു നിൽക്കുന്ന മസിൽമാനായ ഗോലിയാത്തിലായിരിക്കും പേടിയുള്ളവന്റെ കണ്ണ് പതിയുന്നത്. അതുകൊണ്ട് അവര് പറയും, അവനെ എതിരിടാനായിട്ട് ഞങ്ങളില്ല. ഗോലിയാത്തിനെ കാണുന്നത് ഭയമുള്ള കണ്ണുകൾ, എന്നാൽ വിശ്വാസമുള്ള കണ്ണുകൾ കാണുന്നത് ദൈവം നൽകുന്ന വിജയത്തെയാ. ദൈവം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഭൗതികമായും ആത്മീയമായും നൽകുന്ന വിജയത്തെ വിശ്വാസിയുടെ കണ്ണുകൾ കാണുകയാണ്. പൗലോസ് ശ്ലീഹ അതുകൊണ്ട് കൊറിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ പറയും, രണ്ടാമത്തെ ലേഖനം 5-ാം അധ്യായം 7 പറയുന്നു, ഞങ്ങൾ നടക്കുന്നത് കാഴ്ചയാലല്ല വിശ്വാസത്താലാണ്. വി വാക്ക് ബൈ നോട്ട് ബൈ സൈറ്റ് ബട്ട് ബൈ ഫെയ്ത്ത്. ഞങ്ങൾ നടക്കുന്നത് കാഴ്ചയാലല്ല, ഈ കണ്ണുകൾ കൊണ്ടല്ല, പിന്നെയോ വിശ്വാസത്താലാണ്. വിശ്വാസത്താൽ നമ്മളൊക്കെ നടക്കാൻ ദൈവം നമ്മളെ വിളിക്കുകയാണ്. പലപ്പോഴും പലരും ഈ
ഭയപ്പെട്ടത് കൊണ്ട് തന്നെ എന്ത് സംഭവിക്കുന്നു? പിശാചിന് അവരുടെ ജീവിതത്തിലേക്ക് പ്രവേശിക്കാനായിട്ട് നല്ലൊരു ഹൈവേ തെളിഞ്ഞു കിട്ടുകയാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് പൈശാചിക ശക്തിക്ക് കടന്നു വരാനുള്ള ഒരു വഴിയാണ് ഭയപ്പെടുന്ന മനസ്സ് എന്ന് പറയുന്നത്. ഭയമുണ്ടോ? ഇവിടെ ഇരിക്കുന്ന എത്ര പേർക്ക്, വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എത്ര പേർക്ക് ഭയമുണ്ട്? ആരും കൈവെക്കുന്നില്ല. കൈവെക്കാൻ പോലും പേടിയാണെന്നർത്ഥം. കണ്ടോ, നോക്കിക്കേ. ഭയം എന്നത് വാസ്തവത്തിൽ ഈ ഭയത്തിന് അറുതി കുറിക്കാൻ വേണ്ടിയാണ്, അതിന് അന്ത്യം കുറിക്കാൻ വേണ്ടിയാണ് കർത്താവായ യേശു ഈ ലോകത്തിലേക്ക് അവതരിച്ചു തന്നെ. യേശുവിന്റെ ജനനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ഉന്നതത്തിൽ നിന്ന് മാലാഖമാരുടെ ശബ്ദം കേൾക്കുന്നു, ഇതാ നിങ്ങൾ ഭയപ്പെടേണ്ട. ആട്ടിടയന്മാരെ അറിയിക്കുകയാണ്, നിങ്ങൾ ഭയപ്പെടേണ്ട. ലൂക്കാസ് വിശേഷം 2-ാം അധ്യായം 10-ാമത്തെ വചനം. നിങ്ങൾ ഭയപ്പെടേണ്ട, ഡു നോട്ട് ബി അഫ്രൈഡ്. നിങ്ങൾ ഭയപ്പെടേണ്ട. പിന്നെയോ, ഇതാ സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിന്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. അതുകൊണ്ട് ഭയപ്പെടേണ്ട. അതായത് എല്ലാ ഭയത്തെയും നീക്കിക്കളയുന്ന ക്രിസ്തുവിന്റെ ആഗമനം പ്രിയപ്പെട്ടവര് നമ്മുടെ ഹൃദയങ്ങളിൽ നിന്ന്, നമ്മുടെ ജീവിതത്തിൽ നിന്ന്, നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് എല്ലാ ഭയത്തെയും നീക്കിക്കളയേണ്ടതാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ലൂക്കാസ് സുവിശേഷത്തിൽ നമ്മൾ വീണ്ടും കാണുന്നു 8-ാം അധ്യായം 50-ാമത്തെ വചനത്തിൽ സിനഗോഗ് അധികാരിയുടെ മകൾ മരിച്ച ആ മകളെ സുഖപ്പെടുത്താൻ വേണ്ടി ഈശോ പോകുമ്പോൾ ആ യേശോ പറയുന്നൊരു കാര്യമുണ്ട്, ഭയപ്പെടേണ്ട, ഇതാ വിശ്വസിക്കുക മാത്രം ചെയ്യുക, അവൾ സുഖം പ്രാപിക്കും. നോക്കുക, കർത്താവ് പറയാണ്, ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക, അവൾ സുഖം പ്രാപിക്കും. ഭയത്തിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് വാക്കെന്നാ? അഭയമാണ്. അഭയം ദൈവത്തിൽ അഭയം തേടുന്നതാണ്. അഭയം, നിർഭയത്വം എന്ന് പറഞ്ഞാൽ ഭയത്തിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള അഭയം. അഭയം, ഭയമില്ലാത്ത അവസ്ഥയെന്നും പറയാം. ദൈവത്തിൽ അഭയം തേടുന്ന, ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയിൽ നിന്ന് യഥാർത്ഥത്തിൽ സകല ഭയങ്ങളും വിട്ടുപോവുകയാണ്. എല്ലാ ഭയങ്ങളും വിട്ടകലും ദൈവത്തിൽ ഒരു വ്യക്തി യഥാർത്ഥത്തിൽ വിശ്വസിക്കാൻ ആരംഭിക്കുമ്പോൾ, നമ്മള് ഏതാനും ചില തത്വ സംഹിതകളിലോ ആശയങ്ങളിലോ ഒന്നും വിശ്വസിക്കുന്ന മാത്രമല്ല, പിന്നെയോ യേശുക്രിസ്തു എന്ന വ്യക്തിയിൽ നീ പൂർണ്ണമായി വിശ്വസിച്ച് നിന്നെ തന്നെ പൂർണ്ണമായി നീ സമർപ്പിക്കാൻ തുടങ്ങുമ്പോൾ നിന്റെ ജീവിതത്തിൽ വലിയ ശക്തി കടന്നു വരികയാണ്. ഹല്ലേലൂയ. ഭയപ്പെടുന്ന ആർക്കും വേണമെങ്കിൽ പരിശോധിച്ച് നേടിയെടുക്കാവുന്ന ഒരു കാര്യമാണിത്. നിങ്ങൾ നോക്കിക്കൊള്ളുക, ദൈവത്തിന്റെ തണലിൻ കീഴിൽ പത്രോസ് പറയുന്നത് പോലെ അവന്റെ ചിറകിൻ കീഴിൽ, അവന്റെ തണലിൻ കീഴിൽ നീ അവിടെ നീ വിശ്രമിക്കുക. നീ അവന്റെ തണലിൻ കീഴിലേക്ക് നീ കയറി നിൽക്കുക. നീ അവിടെ നിനക്ക് നിന്റെ എല്ലാ ഉത്കണ്ഠകളും മാറിപ്പോകും. സകല ഉത്കണ്ഠകളെയും മാറ്റിക്കളയുന്ന ആ ദൈവികമായ അഭയം നീ നേടിയെടുക്കുക. വിശ്വസിക്കുക മാത്രം ചെയ്യുക, നിന്റെ മകൾ സുഖം പ്രാപിക്കും. ഞാൻ ചെന്നൈയിലുള്ള ഏളാവൂർ എന്ന് പറയുന്ന ഡിവൈൻ മേഴ്സി ധ്യാന കേന്ദ്രത്തിലാണ്. 2005 തുടങ്ങിയ ഒരു ധ്യാന കേന്ദ്രമാണ്. അവിടെ ഇപ്പോൾ തമിഴിലും ഇംഗ്ലീഷിലുമാണ് ധ്യാനങ്ങൾ നടക്കുക. അവിടെ ആരംഭിച്ചതും 2005 ആ ധ്യാന കേന്ദ്രം ആരംഭിക്കുവാൻ ദൈവം നിയോഗിച്ചത് എന്നെ തന്നെയാണ്. ആ ധ്യാന കേന്ദ്രത്തിൽ സമീപകാലത്ത് ഒരു പോണ്ടിച്ചേരിയിൽ നിന്നൊരു കുടുംബം അവിടെ ധ്യാനിക്കാൻ വേണ്ടി വന്നു. അവിടെ വന്നതിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം, ആ കുടുംബത്തിലെ ഒരു പയ്യൻ, 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചു പയ്യൻ, അവന് ക്യാൻസർ രോഗം. 3 ക്യാൻസറാണ് അവന്റെ ശരീരത്തിൽ. ബ്ലഡ് ക്യാൻസർ. ഈ 3 ക്യാൻസറും ഒരേ സമയത്ത് വന്ന് ഈ പയ്യൻ പഠനമെല്ലാം നിർത്തി അവന്റെ അവസാന സ്റ്റേജിലായി. അവിടെ പോണ്ടിച്ചേരിയിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഹോസ്പിറ്റലും വലിയ ഡോക്ടർമാരെയും എല്ലാം കണ്ട് എല്ലാ ചികിത്സകളും നടത്തി ഈ പയ്യന്റെ ഇവന്റെ ജീവിതത്തിന്റെ അവസാന നിമിഷങ്ങളിലെത്തി. ഇനി 10 ദിവസം കൂടെ ഇനി ജീവിക്കില്ല എന്ന് പറഞ്ഞ്
ഡോക്ടർമാർ അവനെ വീട്ടിലേക്ക് വിടുകയാണ്. അവൻ വീട്ടിൽ പറഞ്ഞു, അവന് ഇഷ്ടമുള്ള ഭക്ഷണമൊക്കെ കൊടുത്തോ, ഇനി അവന്റെ സന്തോഷം നോക്കിയാച്ചാൽ മതി, ഇങ്ങോട്ട് ഇനി ആശുപത്രിയിലേക്ക് ഇനി വരണ്ട എന്ന് പറഞ്ഞ് അവനെ വിടുകയാണ്. അവൻ എഴുന്നേറ്റ് നിൽക്കാൻ പോലുള്ള ശക്തിയില്ല. അങ്ങനെ പോയപ്പോൾ പോണ്ടിച്ചേരിയിൽ തന്നെയുള്ള ഒരു ഗ്രൂപ്പ്, പ്രാർത്ഥനാ ഗ്രൂപ്പ്, നമ്മുടെ ധ്യാന കേന്ദ്രത്തിൽ പ്രാർത്ഥിക്കാനും ഒക്കെ വരാറുള്ള ഒരു ഗ്രൂപ്പ് അവരോട് പറഞ്ഞു, നിങ്ങൾ വിശ്വാസം ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെന്നൈക്ക് അപ്പുറത്തുള്ള ഈ ഏളാവൂർ എന്ന് പറയുന്ന സ്ഥലത്ത് പോ എന്ന് പറഞ്ഞ് അവരെ വിശ്വാസത്തോടെ പറഞ്ഞയച്ചതാണ്. ആ അമ്മയും മകനും അവിടെ ഒരു ആംബുലൻസിൽ അവിടെ ധ്യാനത്തിനെത്തി. അവിടെ വന്നപ്പോൾ ആ അമ്മച്ചിയും അവർ പറഞ്ഞത്, അവന് മരിക്കുവാണെങ്കിൽ ഈ പുണ്യഭൂമിയിൽ കിടന്ന് മരിക്കട്ടെ, കാരണം ഏതായാലും മരണം ഉറപ്പാണ്. മരിക്കുവാണെങ്കിൽ അവൻ ഇവിടെ കിടന്ന് മരിക്കട്ടെ, ഇവിടുന്ന് കൊണ്ടുപോകാം. ഇല്ലാന്നുണ്ടെങ്കിൽ അവൻ രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ അവനെ യേശുവിന് കൊടുത്തേക്കാം എന്നുള്ള വാഗ്ദാനത്തിലാണ് ഇവർ വന്നത്. അവർ വന്നു. ഈ പയ്യന് എഴുന്നേറ്റ് നിന്നോ അവിടെ ഇരുന്നോ ഒന്നും വചനം കേൾക്കാനുള്ള ശക്തിയൊന്നുമില്ല. ഇവനെ കിടക്കയോടെ മുകളിൽ കൊണ്ടുവന്ന് റിട്രീറ്റ് ഹാളിൽ, ധ്യാന ഹാളിൽ അവനെ കിടത്തി. അവിടെ കിടന്നുകൊണ്ടാണ് അവൻ കേൾക്കുന്നത്. അവന് കേൾക്കാനോ കേൾക്കുന്നത് ഗ്രഹിക്കാനുള്ള ശക്തിയുമില്ല. ഭയന്നിരിക്കുന്ന ഭവനമാണത്. വീടും ഈ പയ്യനും എല്ലാവരും ഭയന്ന് അവൻ പറയുന്നത്, മരിക്കാറായ സമയത്ത് ഇനി മരണം ഉറപ്പാന്ന് അറിഞ്ഞപ്പോഴേക്ക് അവൻ അല്പം ശക്തിയുള്ള സമയത്ത്, അത്രയും വിശ്വാസമുള്ളവന് അവൻ ടിവിയും അതുപോലെ സിനിമയെല്ലാം വാങ്ങിച്ചിട്ട് കണ്ടോണ്ടിരിക്കുകയായിരുന്നു. കാരണം ഏതായാലും പോക്ക തീരുവ, എന്നാ പിന്നെ ഇത്രയായാലും സന്തോഷിക്കാം എന്ന് പറഞ്ഞ് അവൻ സന്തോഷിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ അവസാന സമയമായപ്പോഴേക്ക് അവന് എഴുന്നേറ്റ് നിൽക്കാനോ കണ്ണു തുറക്കാനോ പോലുമുള്ള ശക്തിയില്ല. അങ്ങനെയാണ് നമ്മുടെ ധ്യാന കേന്ദ്രത്തിലെത്തിയത്. അങ്ങനെ വന്ന് ധ്യാനം 5 ദിവസത്തെ വചനം അവിടെ കിടന്നുകൂടാൻ ഇവന് സാധിച്ചു. പറഞ്ഞ വചനങ്ങളൊന്നും അധികം ഒന്നും കേട്ടില്ലെങ്കിലും ഇവന്റെ അമ്മ ഇവന്റെ അടുക്കൽ നിന്ന് ഈ വചനങ്ങളെല്ലാം ഹൃദയത്തിലേക്ക് സ്വീകരിച്ചു. പ്രിയപ്പെട്ടവർ, ഇവര് പോയി വീട്ടിലേക്ക് തിരിച്ചുപോയി. 10 ദിവസമല്ല, 1 മാസം കഴിഞ്ഞു. ഇവൻ മരിക്കുന്നില്ല എന്ന് മാത്രമല്ല, ഓരോ ദിവസം കഴിയും തോറും ഇവന്റെ ശാരീരികമായിട്ടുള്ള ആരോഗ്യം മെച്ചപ്പെടുന്നു. ഇവര് പോയി പരിശോധന നടത്തിയപ്പോൾ ഇവന്റെ ശരീരത്തിൽ ക്യാൻസർ ഒന്നുമില്ല എന്ന് മെഡിക്കൽ റിപ്പോർട്ട്. കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശ്വാസമായില്ല അവർക്ക്. കാരണം വന്നു, ഇങ്ങനെ റിപ്പോർട്ട് വന്നെങ്കിലും ഈ പയ്യനോ ഇവന്റെ മാതാപിതാക്കൾക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് ഈ പയ്യൻ വീണ്ടും അതെന്താണെന്നറിയില്ല. അവന് കർത്താവ് ഇങ്ങനെയൊക്കെ സുഖപ്പെടുത്തുമെന്ന് അവനും അറിയില്ല. 2-3 മാസങ്ങൾ കഴിഞ്ഞു. 3 മാസം കഴിഞ്ഞ് വീണ്ടും അവൻ പോയി ഒന്നുകൂടെ പരിശോധിച്ചു. പരിശോധിച്ചപ്പോൾ വീണ്ടും കാണുന്നു, ബോൺ ക്യാൻസറും ഇല്ല, എല്ലിനും ക്യാൻസർ ഇല്ല, രക്തത്തിലും ക്യാൻസർ ഇല്ല, അവന്റെ ലിവറിലും ക്യാൻസർ ഇല്ല. അങ്ങനെ കഴിഞ്ഞ 1 മാസം മുമ്പ് ആദ്യ ശനിയാഴ്ച അവിടെ എല്ലാ ആദ്യ ശനിയാഴ്ചകളിലും ഇതുപോലെയല്ല, വൈകുന്നേരം 9:30 മുതൽ രാവിലെ 5 മണി വരെയാണ് അവിടെ നൈറ്റ് വിജില്. അങ്ങനെ നൈറ്റ് വിജിലില് രാത്രി പ്രാർത്ഥനയില് ഇവനും കുടുംബവും അവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തുകയാണ്. കഴിഞ്ഞ മാസത്തിലെ ആദ്യ ശനിയാഴ്ച അവനിപ്പോൾ പഠിക്കാൻ ആരംഭിച്ചു കഴിഞ്ഞു. നീ ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക, അവൾ സുഖം പ്രാപിക്കും. സിനഗോഗ് അധികാരിയുടെ മകൾ മരിച്ചുവെന്ന് അവൾ ഭയപ്പെട്ടിരുന്ന ആ കുട്ടിയുടെ അപ്പനോടും കുടുംബാംഗങ്ങളോടും ഈശോ പറഞ്ഞ വാക്കുകളാണ്. ഭയം ഇന്ന് നമ്മെ ഒത്തിരിയേറെ കശക്കേറിയുന്നുണ്ട്. അനേക കുടുംബങ്ങളെ ഇന്ന് നശിപ്പിക്കുന്നുണ്ട്. കടമേറുമ്പോൾ, രോഗം വരുമ്പോൾ, പെട്ടെന്ന് തന്നെ ഒന്നുമില്ലാതെ സമാധാനമായിട്ടിരുന്ന കുടുംബത്തിൽ ഇതാ പെട്ടെന്നൊരു രോഗം വന്നപ്പോൾ കുടുംബത്തിന്റെ സ്വസ്ഥതയെല്ലാം നശിച്ചു. ഭയം മനസ്സിനെ ഗ്രസിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇന്ന് ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ അറിയിക്കുകയാണ്, നമ്മളോട് പറയുകയാണ്, നിങ്ങൾ ഭയപ്പെടേണ്ട, നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുക മാത്രം ചെയ്യുക. അപ്പോഴോ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നതെല്ലാം അവൻ ചെയ്തുകൊള്ളും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തി, ഒരു മകൻ, ഒരു മകൾ, അവളുടെ ജീവിതത്തെ നയിക്കുന്നതും അവരുടെ ജീവിതത്തെ സംരക്ഷിക്കുന്നതും ദൈവത്തിന്റെ ദൂതന്മാരാണ് എന്ന് പ്രശ്നസങ്കീർണമായ നിമിഷങ്ങളിൽ നമ്മൾ വിശ്വസിക്കണം. പലപ്പോഴും വലിയ ഭക്തന്മാർ പോലും പ്രശ്നങ്ങളൊക്കെ അങ്ങ് അധികരിച്ചു കഴിയുമ്പോൾ പലരും വിശ്വാസമൊക്കെ മാറ്റി പലപ്പോഴും നിരീശ്വരായ പലരെയും നമുക്കറിയാം, എനിക്കും അറിയാം. അതുവരെ വിശ്വാസമൊക്കെയാ, പക്ഷേ വിചാരങ്ങൾക്കും സങ്കല്പങ്ങൾക്കും എതിരായിട്ടൊക്കെ
പ്രശ്നങ്ങൾ ജീവിതത്തിൽ കുന്നേറാൻ തുടങ്ങുമ്പോൾ, അത് അധികരിക്കുമ്പോൾ വിശ്വാസമൊക്കെ മാറ്റി പിന്നെ നിരീശ്വരത്വത്തിലേക്ക് പോവുക, ദൈവത്തിലുള്ള വിശ്വാസമൊക്കെ നഷ്ടപ്പെടുകയാണ്. പ്രാക്ടിക്കൽ എത്തിസ്റ്റായിട്ട് നമ്മൾ പലരും മാറുകയാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ജോസഫിന്റെ ജീവിതത്തിലേക്ക് നോക്കുക. അവൻ കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെടുകയാണ്. പൊത്തിഫറിന്റെ ഭാര്യയുടെ പീഡനം മൂലം, അവൾ ഉന്നയിച്ച ദുരാരോപണം മൂലം ഇതാ തെറ്റിദ്ധാരണയും, അത് മാത്രമല്ല അപമാനവും. അത് മാത്രമല്ല, അവനെക്കുറിച്ച് എല്ലാരും പറഞ്ഞു കാണും, അവൻ പുണ്യാളൻ ചമഞ്ഞ് നടക്കുന്നതേ ഉള്ളൂ. ചുമ്മാ ഒന്നുമില്ലാതെ അവൾ അങ്ങനെയൊന്നും പറയുവോ? പറഞ്ഞു കാണും. കൊട്ടാരത്തിലുള്ളവരൊക്കെ കുശുകുശുത്ത് കാണും. ന്യായമായിട്ട് സത്യസന്ധരായവര് പോലും പറഞ്ഞു കാണും, തീയില്ലാതെ പുകയുണ്ടാകുവോ, എന്തേലുമൊക്കെ കാണുന്നേ. ഇതൊക്കെ എല്ലാരും പറഞ്ഞു കാണും. സകലരും തെറ്റിദ്ധരിച്ച അവസരമായിരിക്കാം. എല്ലാവരാലും തെറ്റിദ്ധരിക്കപ്പെട്ട ജോസഫ്, പ്രിയപ്പെട്ടവരെ, അവൻ ആരോടെങ്കിലും എന്തെങ്കിലും ന്യായം പറഞ്ഞ് അങ്ങനെയൊന്നും അല്ല കേട്ടോ, ഞാൻ ഇങ്ങനെയാ ഇത്രയാ ചെയ്തത്, ഇതൊന്നും പറയുന്നതായിട്ട് തിരുവചനത്തിൽ നമ്മൾ കാണുന്നില്ല. ആരോടും അവൻ ഒരു വിശദീകരണവും പറയുന്നില്ല. നമ്മളൊക്കെയാണെങ്കിൽ എന്തൊക്കെയായിരിക്കും? ആരെങ്കിലും ഒരു തെറ്റിദ്ധാരണപരമായ ഒരു വാർത്ത പരത്തി കഴിഞ്ഞാൽ സാധിക്കുന്ന എല്ലാവരെയും വിളിച്ച് നമ്മൾ വിശദമാക്കി പറയും, ഞാൻ അങ്ങനെയൊന്നും ചെയ്തില്ല, ഇങ്ങനെയൊക്കെയാണ് കാര്യം. സത്യമേ പറയുന്നത്, ശരിയാണ്. നമ്മൾ വിശദീകരിക്കാൻ നോക്കും, എല്ലാരെയും ബോധ്യപ്പെടുത്താൻ നോക്കും. നമ്മൾ തെറ്റ് ചെയ്തില്ല എന്ന് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി, അവരെ അത് ബോധ്യപ്പെടുത്താൻ വേണ്ടി എത്രയോ ശ്രമങ്ങൾ നമ്മൾ നടത്തും. പക്ഷെ പ്രിയപ്പെട്ടവരെ ഓർക്കുക, ജോസഫ് അതിനൊന്നും മുതിർന്നില്ല. ആ സമയം കൂടെ അവൻ എന്തിനു വേണ്ടി ചെലവഴിച്ചെന്നറിയാവോ? അതുകൂടെ അവൻ ദൈവത്തിന് പ്രവർത്തിക്കാനുള്ള സ്ഥലവും ദൈവത്തിന് പ്രവർത്തിക്കാനുള്ള സമയവുമായിട്ട് അവൻ അത് സമർപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട, ഇതാണ് വാസ്തവം പറഞ്ഞാൽ ശരിയായ സമർപ്പണം എന്ന് പറഞ്ഞാൽ ഇതാണ്. നിന്റെ ജീവിതത്തിന്റെ എല്ലാ പ്രശ്നങ്ങളുടെ നേരത്ത്, സംഘർഷങ്ങളുടെ നേരത്ത്, തെറ്റിദ്ധാരണകളുടെ നേരങ്ങളില്, നിന്റെ ജീവിതത്തിന്റെ പ്രതിസന്ധി ഘട്ടങ്ങളില്, കടഭാരം കുന്നുകൂടുമ്പോൾ, പെട്ടെന്ന് രോഗങ്ങൾ കടന്നു വന്ന് നിന്റെ ജീവിതത്തെയും കുടുംബത്തെയും നടുക്കുമ്പോൾ, നീ ചെയ്യേണ്ടത് ദൈവത്തിന് മുമ്പിലേക്ക് എല്ലാം സമർപ്പിച്ചിട്ട് ദൈവത്തിന് പ്രവർത്തിക്കാൻ സമയം കൊടുക്കുക എന്നുള്ളതാണ്. യൂറോപ്പിലെ ഒരു ധ്യാനം നടത്തുന്ന സമയത്ത് ആഫ്രിക്കക്കാരനായ കാമറൂൺ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഒരു ക്രിസ്ത്യാൻ എന്ന് പറയുന്ന ഒരു നീഗ്രോ, ഞാൻ അവിടെ നടത്തിയ ഒരു ധ്യാനത്തിൽ പങ്കുകൊണ്ടതിന് ശേഷം എന്നെ കാണാൻ വേണ്ടി വന്നു. വ്യക്തിപരമായിട്ട് കാണാൻ വേണ്ടി വന്നിട്ട് അവൻ പറഞ്ഞു, അച്ഛാ, ധ്യാനത്തിനിടയിൽ അച്ഛൻ പറഞ്ഞു എല്ലാം സമർപ്പിക്കണം. സറണ്ടർ എന്ന വാക്കിനെ കുറിച്ചാണ് അവൻ ചോദിക്കുന്നത്. വാട്ട് ഈസ് സറണ്ടർ? എന്താണ് ഈ മുഴുവനും സമർപ്പിക്കുക അല്ലെങ്കിൽ അടിയറ വയ്ക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? എനിക്ക് മനസ്സിലായില്ല. അപ്പൊ ഞാൻ അവന് വിശദീകരിക്കാൻ വേണ്ടി അവിടെ ഇരുന്ന ഏതോ ഒരു സാധനം ഞാൻ കയ്യിലെടുത്തിട്ട് ഞാൻ പറഞ്ഞു, ക്രിസ്ത്യാൻ, ഇപ്പം ഇതാണ് നിന്റെ ജീവിതത്തിലെ വലിയൊരു പ്രശ്നമെന്ന് കൂട്ടുക. രോഗമാകാം, കടവാകാം, കുടുംബ പ്രശ്നമാകാം, എന്തുവാകട്ടെ. ഈ പ്രശ്നത്തെ നീ ദൈവത്തിന് മുമ്പിൽ സമർപ്പിക്കാന്ന് പറഞ്ഞാൽ, നമ്മൾ മലയാളികളൊക്കെ നമ്മളൊക്കെ എന്താ ചെയ്യും? സമർപ്പിക്കുക, കർത്താവെ സമർപ്പിക്കുന്നു എന്ന് പറയും, നാഥാ സമർപ്പിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് നല്ല പാട്ടൊക്കെ പാടും. പക്ഷെ എന്നാ സംഭവിക്കുന്നറിയോ? പാട്ടിലൊക്കെ ഒതുക്കി നിൽക്കുന്നേ ഉള്ളൂ. യഥാർത്ഥത്തിൽ സമർപ്പിക്കാന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ മുന്നിൽ പറഞ്ഞു, നിന്റെ പ്രശ്നമോ, നിന്നെ അലട്ടുന്ന പ്രശ്നമോ, നിന്നെ അലട്ടുന്ന പ്രശ്നങ്ങളോ ഏതോ ആകട്ടെ, ഇതാണ് നിന്റെ പ്രശ്നമെങ്കിൽ നീ എന്ത് ചെയ്യുന്നു? കർത്താവെ സമർപ്പിക്കുന്നു എന്ന് പറയുന്നതോ, രണ്ട് പാട്ട് പാടുന്നതോ, ഒരു സ്തുതിപ്പ് നടത്തുന്നതോ അല്ല. അതിനപ്പുറത്തേക്ക് ഈ പ്രശ്നത്തെ നീ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് പൂർണ്ണമായിട്ടും കൊടുക്കുന്നതാണ്. ദൈവത്തിന്റെ കയ്യിലേക്ക് നീ കൊടുത്തു കഴിഞ്ഞു. നമ്മൾ സാധാരണ കൊടുത്തു എന്ന് വിചാരിച്ചിട്ട് മാറി നിന്നിട്ട് പിന്നെ എന്നാ ചെയ്യുന്നത്? പിന്നെയും അയ്യോ ഇങ്ങനെയെല്ലാം പ്രശ്നമാണ് എന്നും പറഞ്ഞ് നമ്മൾ പിന്നെയും കരയുക, ആകുലപ്പെടുക. ശരിയല്ലേ? എല്ലാം സമർപ്പിച്ചിട്ട്, രാത്രി പ്രാർത്ഥനയിലും സമർപ്പിച്ചിട്ട്, ധ്യാനങ്ങളിലൊക്കെ സമർപ്പിച്ചിട്ട്, ദേവാലയങ്ങളിൽ പോയി വിശുദ്ധ ബലികൾ അർപ്പിച്ചിട്ട് തിരിച്ചു പോകുന്ന വഴിയിൽ എന്നാണാവോ എന്നൊക്കെ വിചാരിച്ച് കരഞ്ഞുകൊണ്ടല്ലേ ആ വിഷയങ്ങളെ കുറിച്ച് തന്നെ വീണ്ടും ഏങ്ങലടിച്ച് കരഞ്ഞും വിലപിച്ചുകൊണ്ടും ആകുലപ്പെട്ടുകൊണ്ടാണ് നമ്മൾ പോകുന്നത്. യഥാർത്ഥത്തിൽ സമർപ്പിച്ചാൽ ഇത് ഇനിമേൽ നിന്റെ കയ്യിലുള്ള പ്രശ്നമല്ല എന്ന് നീ മനസ്സിലാക്കിക്കൊണ്ട് വേണം പോകാൻ. നീ ദൈവത്തിന്റെ കയ്യിലേക്ക് പൂർണ്ണമായിട്ടും കൊടുത്തൊരു പ്രശ്നത്തെക്കുറിച്ച് പിന്നെ നീ എന്തിനാ വേവലാതിപ്പെടുന്നത്? പിന്നെ നീ എന്തിനാണ് കരയുന്നത്? നീ പിന്നെ എന്തിനാണ് ഭയപ്പെടുന്നത്? നീ യഥാർത്ഥത്തിൽ ദൈവത്തിന് മുമ്പിൽ സമർപ്പിച്ചാൽ നീ പിന്നീട് ഭയപ്പെടേണ്ട കാര്യമില്ല. ഒരിക്കല് ധ്യാനകേന്ദ്രത്തിൽ
ഒരാള് ഒരു വലിയ കല്ലും ചുമന്നുകൊണ്ട് വന്നു. എന്റെ അടുത്ത് വന്നതാ. ഈ മനുഷ്യൻ വലിയൊരു കല്ല് ചുമന്നുകൊണ്ട് എന്റെ ഓഫീസിലേക്ക് വരികയാണ്. വന്നിട്ട് ഞാൻ ചോദിച്ചു, എന്താണ് സഹോദര ഇത്? പറഞ്ഞു, അച്ഛാ ഇത് അച്ഛൻ പിടിക്കേ. ഞാൻ പിടിച്ചു. വലിയ ഭാരമുള്ള കല്ലാണ്. പിടിച്ചിട്ട് ഞാൻ എടുത്ത് നിലത്തോട്ടും വെച്ചു. ചേട്ടാ എന്തിനാണിത്? പുള്ളി പറഞ്ഞു, അച്ഛാ ഇത് ഈ കല്ല് ഞങ്ങളുടെ കുടുംബത്തെ കുറെ കാലമായി നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്റെ വല്യപ്പനായിട്ട് തുടങ്ങിയ കടയുണ്ട്. പക്ഷേ ആ കാലം മുതൽ കട ഇപ്പോഴും ഉണ്ട്. പക്ഷെ ഇപ്പൊ ഞാനായിട്ട് അത് പൂട്ടിക്കളഞ്ഞു. അവസാനം അത് ഞങ്ങൾക്കൊരു ഗതിയുമില്ല, ഒരു മേൽഗതിയില്ലാതെ തളർന്നു കഴിഞ്ഞപ്പോഴേക്ക് ഒരു പെന്തക്കോസ്ത പാസ്റ്റർ പറഞ്ഞു, നിങ്ങളുടെ കടയിൽ എവിടെയോ ഒരു കല്ല് ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് പെന്തക്കോസ്ത പാസ്റ്ററോട് വന്ന് ആ കല്ല് കണ്ടുപിടിച്ചു. അപ്പം കല്ല് കണ്ടുപിടിച്ചിട്ട് പാസ്റ്റർ പറഞ്ഞു, ഈ കല്ലാണ് നിങ്ങൾക്ക് ഗതിയില്ലാതെ പോകുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം. ആരോ മന്ത്രവാദം ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു കല്ലാണിത്. ഈ ചേട്ടൻ പറഞ്ഞു, എന്നാ പാസ്റ്ററെ കല്ലങ്ങ് കൊണ്ടുപോയിക്കോളാവോ? പാസ്റ്റർ പറഞ്ഞു, കൊണ്ടുപോകാന്ന് പറഞ്ഞു. പക്ഷെ പാസ്റ്റർ കൊണ്ടുപോയിട്ട് അന്ന് മുഴുവനും പാസ്റ്ററിന്റെ വീട്ടിലും അതുപോലെ പാസ്റ്ററിന്റെ ശരീരത്തിലെല്ലാം ഭയങ്കര പ്രശ്നം. പാസ്റ്റർ തിരിച്ചു കൊണ്ടുവന്ന് അവനോട് പറഞ്ഞു, നിന്റെ പുണ്യപ്പെട്ട കല്ല് നീ തന്നെ പിടിച്ചോളാൻ പറഞ്ഞു. പുള്ളിക്കാരൻ അന്നൊരു വണ്ടിയും പിടിച്ച് നേരെ എന്റെ അടുത്തേക്ക് പോരുകയാണ്. എന്നാ പിന്നെ അമ്പാട്ടുവീഴ്ചനെ ഏൽപ്പിച്ചേക്കാന്നും പറഞ്ഞു. ഞാൻ പറഞ്ഞു, സഹോദര ധൈര്യമായിട്ട് ഇവിടെ വെച്ചിട്ട് പൊക്കോ. ആ മനുഷ്യൻ എത്ര സന്തോഷമായിട്ടാ പോയെന്നറിയാവോ? കാരണം എന്നാ, കല്ല് കൊണ്ടുവന്നു, ധൈര്യമായിട്ട് പൊക്കോളാൻ പറഞ്ഞു. ഈ കല്ല് ഇനി ചേട്ടന്റെ വീട്ടിലേക്ക് തിരിച്ചു വരികയില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞയക്കുകയും ചെയ്തു. പൂർണ്ണമായിട്ട് ഏൽപ്പിച്ചു കഴിഞ്ഞു, കൊടുത്തു. പൂർണ്ണമായിട്ട് ഇനി അത് ഒരു കയ്യില് സുരക്ഷിതമായിട്ട് ഏൽപ്പിച്ചു കഴിഞ്ഞു എന്ന് പുള്ളിക്ക് ഉറപ്പായി. അങ്ങനെ ഏൽപ്പിച്ചിട്ട് പുള്ളി സന്തോഷമായിട്ട് തിരിച്ചുപോയി. ആ കല്ലാണോ അവന്റെ ജീവിതത്തിന്റെയും കുടുംബത്തിന്റെയും പ്രശ്നങ്ങൾക്ക് കാരണം? ഇതൊന്നുമല്ല ഞാനിപ്പോ പറഞ്ഞു വരുന്നത്. ഞാൻ പറഞ്ഞു വന്നതിന്റെ കാരണം, ഒരു കാര്യം, ഒരു പ്രശ്നം എന്ന് അവൻ വിചാരിച്ച ഒരു കാര്യം ഇതാ എന്നെ ഏൽപ്പിച്ചു. അവന് പിന്നീട് ആ കല്ലുകൊണ്ടുള്ള അതിനെക്കുറിച്ച് അവൻ പിന്നെ ചിന്തിക്കുന്നുമില്ല. പൂർണ്ണമായിട്ടും ഒരു കയ്യിൽ ഏൽപ്പിച്ചു കഴിഞ്ഞു, സുരക്ഷിതമായ ഒരു കയ്യിൽ ഏൽപ്പിച്ചു എന്ന ധൈര്യത്തോടെ അവൻ തിരിച്ചു പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ കയ്യിലേക്ക് ഏൽപ്പിച്ച ഒരു കാര്യം, അതിനെക്കുറിച്ച് പിന്നീട് നീ വിലപിക്കുകയോ ഭയപ്പെടുകയോ ആകുലപ്പെടുകയോ ചെയ്യേണ്ടതില്ല. ഈ രാത്രി എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഇവിടെ നിന്ന് വചനം കേട്ടിട്ട് തിരിച്ചു പോകുമ്പോൾ നിങ്ങളുടെ മനസ്സിനെയും നിങ്ങളുടെ ജീവിതത്തെയും നിങ്ങളുടെ കുടുംബത്തെയും നിങ്ങളുടെ വികാരങ്ങളെയും ഇന്ന് ക്ഷുഭിതമാക്കിക്കൊണ്ടിരിക്കുന്ന സകല പ്രശ്നങ്ങളെയും സകല ഭാരങ്ങളെയും ദൈവത്തിന് മുമ്പിലേക്ക് ഏൽപ്പിച്ചിട്ട് ആ ഭയം മൂലവും ആ സാഹചര്യങ്ങളിലൂടെയും നിങ്ങളെ ഭയപ്പെടുത്തിയ പിശാചിനെ പുറത്താക്കാൻ ശ്രമിച്ചാൽ ജീവിതം ഇന്നു മുതൽ എത്രയോ സന്തോഷകരമായ ഒന്നായിട്ട് മാറേണ്ടതാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സങ്കീർത്തനം 34 7-ാമത്തെ വചനത്തിൽ നമ്മളിങ്ങനെ വായിക്കുകയാണ്, കർത്താവിന്റെ ദൂതൻ ദൈവഭക്തരുടെ ചുറ്റും പാളയമടിച്ച് അവരെ രക്ഷിക്കുന്നു. നോക്കുക, കർത്താവിന്റെ ദൂതൻ ദൈവഭക്തരുടെ ചുറ്റിലും പാളയമടിച്ച് അവരെ രക്ഷിക്കുന്നു. ഇംഗ്ലീഷിലാണെങ്കിൽ ഹി ഡെലിവേഴ്സ് എന്നാണ്. അവരെ രക്ഷിക്കുന്നു, അവർക്ക് ഡെലിവറൻസ് കൊടുക്കുന്നു എന്നാണ്. ദൈവത്തിന്റെ ഭക്തന്മാരുടെ ചുറ്റിലും ദൈവത്തിന്റെ ദൂതന്മാര് ചുറ്റിലും കാവലായി നിന്ന് അവർക്ക് സംരക്ഷണം നൽകുന്നു, രക്ഷിക്കുകയാണ് ചെയ്യുന്നത്. ഈ അനുഭവം നമുക്ക് എത്രയോ ശക്തമായിട്ട് നൽകാനായിട്ട് നമുക്ക് എത്രയോ വഴികളുണ്ടെന്നറിയാവോ? ക്രൈസ്തവരെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് കത്തോലിക്കരെ സംബന്ധിച്ച്, കത്തോലിക്ക മതവിശ്വാസികളെ സംബന്ധിച്ചും ഈ കൂദാശകളും പരിശുദ്ധ ജപമാലയും ഒക്കെ വഴി വലിയ സംരക്ഷണം നമുക്ക് ലഭിക്കുന്നുണ്ട്. ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നവർക്കും അതുപോലെ തന്നെ വെഞ്ചിരിച്ച് കുരിശ് ധരിച്ചും അതുപോലെ തന്നെ അത് വച്ചും നടക്കുന്നവർക്കും അതുപോലെ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നവർക്കും ഒക്കെ പൈശാചിക ശക്തികളിൽ നിന്നും അതുപോലെ അതിന്റെ എല്ലാ ആക്രമണങ്ങളിൽ നിന്നും വലിയ വിടുതലും ദൈവദൂതന്മാരുടെ പാളയമടിച്ച സംരക്ഷണവും ലഭിക്കാനുള്ള വഴികളാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഒരു വിശുദ്ധനെ കുറിച്ച്? വിശുദ്ധ ജോൺ ഓസ്റ്റിനോസ് എന്ന് പറയുന്ന ഒരു വിശുദ്ധനെ കുറിച്ച് അധികം ആരും കേട്ടിട്ടില്ലാത്തൊരു വിശുദ്ധനാണ് വിശുദ്ധ ജോൺ ഓസ്റ്റിനോസ്. അദ്ദേഹം പേര് കേട്ടത് പിശാചുക്കളെ പുറത്താക്കുന്നതിന് പേര് കേട്ട ഒരാളാണ്.
ആ വിശുദ്ധന്റെ ജീവിതത്തിൽ അദ്ദേഹത്തിന്റെ ശുശ്രൂഷ വഴി അനേകം പിശാചുക്കൾ അനേകരുടെ ജീവിതങ്ങളിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട് അദ്ദേഹം. പ്രത്യേകിച്ച് പെൺകുട്ടികൾ. അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ കാണുന്നത് പെൺകുട്ടികളെയാണ് ഒത്തിരി. അല്ല, ആൺകുട്ടികളെ വാദിക്കാൻ നല്ല കേട്ടോ, എങ്കിലും പെൺകുട്ടികളാരും പേടിച്ചൊന്നും പോകണ്ട. പെൺകുട്ടികൾ അദ്ദേഹത്തിന്റെ ജീവിത ചരിത്രത്തിൽ കാണുന്നത് അനേകം പെൺകുട്ടികളിൽ പൈശാചിക ബാധയും പിശാച് അവരുടെ ജീവിതങ്ങളിൽ അവരുടെ ശരീരത്തിൽ തന്നെ പൊസഷനായിട്ട് തന്നെ അവിടെ ഉണ്ടായിരുന്നതും അദ്ദേഹത്തെ സമീപിച്ചിട്ടുള്ള നൂറുകണക്കിന് ആളുകൾക്ക് ഈ പൈശാചിക ശക്തികളിൽ നിന്ന് വിടുതൽ ലഭിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല, ജോൺ ഓസ്റ്റിനോസിന് പിശാചിന്റെ മേൽ വലിയ അധികാരം ഉണ്ടായിരുന്ന വ്യക്തിയാണ്. ജോൺ ഓസ്റ്റിനോസിന്റെ വാക്കുകൾ കേൾക്കുമ്പോൾ തന്നെ പിശാചി ബാധിതരൊക്കെ അതിൽ നിന്ന് പിശാചുക്കളൊക്കെ ഓടി പോകുമായിരുന്നു. അങ്ങനെയുള്ള ജോൺ ഓസ്റ്റിനോസ് ഒരിക്കൽ ഒരു പെൺകുട്ടിയിൽ നിന്ന്, അനേകം പിശാചുക്കൾ ഉണ്ടായിരുന്ന ഒരു പെൺകുട്ടിയിൽ നിന്ന് ഈ പിശാചുക്കളെ ഓടിച്ചതിന് ശേഷം ഈ വിശുദ്ധൻ ഈ പിശാചുക്കളെ പിടിച്ചു നിർത്തി ചില ചോദ്യം ചോദിച്ചു. അങ്ങനെയാണ് നമുക്ക് ചില കാര്യങ്ങൾ, പിശാചുക്കളുടെ ചില രഹസ്യങ്ങൾ അറിയണമെങ്കിൽ ഇങ്ങനെയുള്ള സംഭവങ്ങളിലൂടെ പറ്റുള്ളൂ. വിശുദ്ധ ജോൺ ഓസ്റ്റിനോസ് ഈ പിശാചുക്കളെ പിടിച്ചു നിർത്തിയിട്ട് അവരെ ചില ചോദ്യം ചെയ്തു. അവരോട് ചോദിച്ചു, നിങ്ങൾക്ക് ക്രിസ്ത്യാനികളിൽ ഭയമുണ്ടാക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ചോദ്യോടെ നിൽക്കട്ടെ. നിങ്ങളോടൊരു കാര്യം, ഇന്ന് പലപ്പോഴും എന്താ, ക്രിസ്ത്യാനികൾക്ക് പിശാചിനെ വലിയ ഭയവാ, അല്ലേ? പിശാചിനെ ഭയപ്പെട്ടും പിശാചിന്റെ ആക്രമണങ്ങളെക്കുറിച്ച് ഭയന്നും ഉറക്കമില്ലാതെ പോകുന്നവരും ആ ആക്രമണങ്ങളെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചും വേവലാതിപ്പെട്ടും ഇന്ന് നടക്കുന്ന ഒത്തിരി പേരുണ്ട്. അപ്പൊ നോക്കുക, ഇവിടെ ജോൺ ഓസ്റ്റിനോസ് പിശാചുക്കളോട് ചോദിക്കുന്നത് ഇതാണ്. ചോദ്യം ഇതാണ്, നിങ്ങൾക്ക് ഞങ്ങൾ ക്രിസ്ത്യാനികളിൽ ഏറ്റവും ഭയം ഉള്ളത് എന്തിനെയൊക്കെയാണ്? ജോൺ ഓസ്റ്റിനോസ് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പിശാചും നുണ പറയാല. പിശാചുക്കള് മണിമണിയായിട്ട് ഉത്തരം പറയാൻ തുടങ്ങി. അവൻ പറഞ്ഞു, നിങ്ങൾ ക്രിസ്ത്യാനികളില് ഏറ്റവും പേടിയുള്ളത് 3 കാര്യങ്ങളെയാണ്. വിശുദ്ധൻ ചോദിച്ചു, ഏതൊക്കെ കാര്യങ്ങളാണത്? അവൻ പറഞ്ഞു, ഒന്നാമത്തേത്, നിങ്ങൾ കഴുത്തിൽ ധരിക്കുന്ന ആ വസ്തുവിനെ, പേരൊന്നും അവൻ കൃത്യമായിട്ടൊന്നും പറയല, കഴുത്തിൽ നിങ്ങൾ ധരിക്കുന്ന ആ വസ്തുവിനെ. അവൻ ഉദ്ദേശിച്ചത് എന്താണ്? കുരിശ്. വൈദികൻ വെഞ്ചരിച്ച കുരിശ്. രണ്ടാമതായിട്ട് ഞങ്ങൾക്ക് ഏറ്റവും അധികം ഭയമുള്ളത്, നിങ്ങൾ ദേവാലയത്തിൽ വെച്ച് മാമോദീസ സ്വീകരിച്ച അവസരത്തിൽ നിങ്ങളുടെ തലയിൽ വീണ ആ മാമോദീസ വെള്ളം ഞങ്ങൾക്ക് പേടിയാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മാമോദീസായിൽ സ്വീകരിച്ച ആ വരപ്രസാദം, മാമോദീസായിൽ സ്വീകരിച്ച വരപ്രസാദത്തെ ഏതൊരു വ്യക്തി വീണ്ടും വീണ്ടും സ്വീകരിക്കുന്നോ, നവീകരിച്ച് ആ വരപ്രസാദത്തെ സ്വീകരിക്കുന്നു, അവനെ കാണുമ്പോൾ പിശാച് പേടിക്കും. മൂന്നാമതവൻ പറഞ്ഞു, മൂന്നാമതായി ഞങ്ങൾ ഏറ്റവും ഭയപ്പെടുന്നത്, നിങ്ങൾ കത്തോലിക്കര് ഈ ദേവാലയത്തിൽ വെച്ച്, നിങ്ങളുടെ പള്ളിയിൽ വെച്ച് നിങ്ങൾ ഭക്ഷിക്കുന്ന ആ വസ്തുവിനെ. എന്നൊന്നും കൃത്യമായിട്ട് അവൻ പറയാം. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? എന്താണ്? വിശുദ്ധ കുർബാന. ദേവാലയത്തിൽ വെച്ച് ഭക്ഷിക്കുന്ന ആ വസ്തുവിനെ ഞങ്ങൾക്ക് പേടിയാണ്. എന്നിട്ട് ഇത്രയും പറഞ്ഞതിന് ശേഷം ജോൺ ഓസ്റ്റിനോസ് ഈ പിശാചുക്കളോട് വീണ്ടും ചോദിച്ചു, നിങ്ങൾക്ക് ഈ 3 കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഏറ്റവും അധികം ഭയപ്പെടുന്നത് ഈ 3-ൽ ഏതിനെയാണ്? ഉടനെ പിശാചുക്കൾ പറഞ്ഞു, ഈ 3-ലും ഏറ്റവും അധികം ഞങ്ങൾക്ക് പേടി ആ പള്ളിയിൽ വെച്ച് കിട്ടുന്ന ഭക്ഷണം സ്വീകരിച്ചിട്ട് അത് ഹൃദയത്തിൽ സൂക്ഷിച്ചു വെക്കുന്നവനെ കാണുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര പേടിയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ പറഞ്ഞത് കേട്ടോ? പരിശുദ്ധ കുർബാന സ്വീകരിച്ചതിനു ശേഷം അതിന്റെ ആ സാന്നിധ്യം ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന ഒരു വ്യക്തിയെ കാണുമ്പോൾ പിശാചിന് പേടിയാണെന്ന്. നമ്മുടെ ആശാന്മാരൊക്കെ എന്താ, കുർബാനയും സ്വീകരിച്ചിട്ട് പോയിട്ടും പിശാചിനെ പേടിച്ച് പിന്നെ നടക്കുക. വാസ്തവം പറഞ്ഞാൽ നിന്നെ കാണുമ്പോൾ സ്വീകരിച്ചിട്ട് പോയിട്ടും പിശാചിനെ പേടിച്ച് പിന്നെ നടക്കുക. വാസ്തവം പറഞ്ഞാൽ നിന്നെ കാണുമ്പോൾ പിശാച് പേടിച്ചോടണ്ട. പക്ഷെ നമ്മൾ ഇന്ന് നമ്മുടേതായ ചില ബലഹീനതകളിൽപ്പെട്ട്, വിശ്വാസരാഹിത്യത്തിൽപ്പെട്ട് നമ്മൾ ഇന്ന് പിശാചിനെ പൈന്ന് നടക്കുക.
പൈശാചിക ശക്തികളും പിശാചിന്റെ സകല സാമ്രാജ്യത്തെയും തകർക്കേണ്ട നമ്മള് ഇന്ന് ഈ പിശാചിന്റെ ഭയമെന്ന അടിമത്തത്തിൽ കഴിയുക. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളെയോ നമ്മെയോ നമ്മുടെ ജീവിതത്തെയോ കുടുംബത്തെയോ നമ്മുടെ സമൂഹത്തെയോ നശിപ്പിക്കുന്ന സകല തിന്മയുടെ ശക്തികളെയും വിശ്വാസത്തിനാൽ തകർക്കുവാൻ നമുക്ക് വലിയ ബാധ്യതയുണ്ട്, നമുക്കതിനുള്ള ശക്തിയുണ്ട്. നമ്മൾ കാണുന്നു ലൂക്കാ സുവിശേഷം 10-ാം അധ്യായം 19-ാമത്തെ വചനത്തിൽ നമ്മൾ വായിക്കുന്ന എങ്ങനെയാണ്? കർത്താവ് ഈശോ ശിഷ്യന്മാരോട് പറയുക, ഇതാ പാമ്പുകളുടെയും തേളുകളുടെയും ശത്രുവിന്റെ എല്ലാ ശക്തികളുടെയും മേൽ ചവിട്ടി നടക്കാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം നൽകുന്നു. പ്രൈസ് ദി ലോർഡ്. ഈ അധികാരം നമ്മൾ എത്ര പേർ ഉപയോഗിക്കുന്നുണ്ട്? എന്തിനുള്ള അധികാരമാണ്? പാമ്പിന്റെ മേലും പാമ്പുകളുടെയും തേളുകളുടെയും ശത്രുവിന്റെ എല്ലാ ശക്തികളുടെയും മേൽ ചവിട്ടി നടക്കാൻ. ചവിട്ടി നടക്കുക എന്ന് പറഞ്ഞാൽ ആധിപത്യം ഉറപ്പിക്കാൻ, വിജയം നേടുവാൻ ഉള്ള അധികാരം ഞാനിതാ നിങ്ങൾക്ക് നൽകുന്നു. ഈ വിജയം പ്രിയപ്പെട്ടവരെ ഓരോ ക്രൈസ്തവരും നേടിയെടുക്കേണ്ടത് മുമ്പ് പറഞ്ഞതുപോലെ വിശ്വാസത്തിലൂടെ കൂദാശകളിലൂടെ സ്വീകരിക്കേണ്ടതാണ്. നമ്മൾ സ്വീകരിക്കുന്ന കൂദാശകളുടെയും പരിശുദ്ധ കുർബാനയുടെയും ഒക്കെ ശക്തി നമ്മൾ അറിഞ്ഞിരിക്കണം. ഈ ശക്തിയെ സ്വീകരിച്ചിട്ട് ഈ പരിശുദ്ധ കുർബാനയുടെ ജീവനുള്ള ഈ സാന്നിധ്യത്തെയൊക്കെ സ്വീകരിച്ചതിന് ശേഷം ഈ ശക്തി അറിയാതെ നമ്മൾ പോകരുത്. നമ്മൾ ഭയപ്പെട്ട് ജീവിക്കേണ്ടവരല്ല, പിന്നെയോ ദൈവം കൂടെയുണ്ട് എന്ന ആഴമായ വിശ്വാസത്തോടെ പിശാചിനെ തോൽപ്പിക്കേണ്ടവരാണ്. പഴയ നിയമത്തിലെ ആ ജോസഫിന്റെ ജീവിതത്തിലേക്ക് വരിക. ദൈവം അവന്റെ കൂടെ ഉണ്ടായിരുന്നുവെന്ന് ജോസഫിനെ കുറിച്ച് പറയുന്ന ആ ഭാഗത്ത് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ വായിക്കുന്ന കാര്യമാണ്. കർത്താവ് ജോസഫിന്റെ കൂടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് എന്തു പറ്റി? അവൻ കാരാഗ്രഹത്തിലായിരുന്ന സമയം, അത് വലിയ പീഡയുടെ സമയമാണ്. ശാരീരികമായ പീഡയുമുണ്ട്, മാനസികമായ ക്ലേശമുണ്ട്. ഇത് രണ്ടും ഒരുമിച്ച ഘട്ടമാണത്. അവിടെ ഉണ്ടായിരുന്ന സമയത്തും ദൈവം അവന്റെ കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് എന്ത് സംഭവിച്ചു? അവിടെയും അവൻ ഉപകാരിയാകുകയാണ്. ബൈബിളിൽ നമ്മൾ വായിക്കുന്നുണ്ട്, അവൻ അവിടെ ഇരുന്നപ്പോഴും അവന് വേണമെങ്കിൽ കരഞ്ഞോണ്ടിരിക്കാം, എനിക്കിത് ഇങ്ങനെയൊക്കെ പീഡയൊക്കെ വന്നല്ലോ എന്നൊക്കെ പറഞ്ഞ് വേണമെങ്കിൽ അവന് വിഷാദിച്ചിരിക്കാനായിട്ട് എല്ലാ സാഹചര്യവും ഉണ്ടായിരുന്നു. പക്ഷേ ഈ ജോസഫ് അങ്ങനെ ഇരിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. അവൻ എന്ത് ചെയ്യുന്നു? അവൻ അവിടെ വേദനപ്പെട്ടിരിക്കുന്ന സമയത്ത് ഉൽപ്പത്തി പുസ്തകത്തിന്റെ 40-ാമത്തെ അധ്യായത്തിലാണ്. 40-ാമത്തെ അധ്യായത്തിൽ അവൻ അവിടെ വെച്ച് അവൻ സ്വപ്നം കാണുന്നു. അവന്റെ കൂടെ ഉണ്ടായിരുന്ന രണ്ടുപേരുണ്ട്. ഫറവോയുടെ കൊട്ടാരത്തിൽ 2 ഉദ്യോഗസ്ഥര്. ഒരാള് പാനപാത്രവാഹകൻ, രണ്ടാമത്തെ ആള് പാചകൻ. ആ രണ്ടുപേരും ഏതോ തെറ്റിന്റെ പേരിൽ അവിടെ ശിക്ഷിക്കപ്പെട്ട് കിടക്കുകയാണ്. അവര് അവിടെ ശിക്ഷിച്ചിട്ട് കിടക്കുമ്പോൾ അതിനെക്കുറിച്ച് വായിക്കുകയാണ്. 40-ാം അധ്യായം 6-ാമത്തെ വചനം, ഉൽപ്പത്തി 40:6. ജോസഫ് രാവിലെ അവരുടെ അടുക്കൽ ചെന്നപ്പോൾ അവർ വിഷാദിച്ചിരിക്കുന്നത് കണ്ടു. തന്റെ യജമാനന്റെ വീട്ടിലെ തടവറയിൽ തന്നോടൊത്ത് കഴിയുന്ന ഉദ്യോഗസ്ഥരോട് അവൻ ചോദിച്ചു, നിങ്ങളുടെ മുഖത്ത് എന്താണ് ഇന്നൊരു വിഷാദം? ആരോടെങ്കിലുമൊക്കെ ചോദിച്ചിട്ടുണ്ടോ നിങ്ങള്? നമ്മുടെ വിഷാദം ഒന്ന് മാറ്റിയിട്ട് വേണ്ടേ മറ്റുള്ളവരുടെ വിഷാദം മാറ്റാൻ? നമ്മുടെ പ്രശ്നമൊക്കെ ഒന്ന് മാറിയിട്ട് വേണ്ടേ നാട്ടുകാരുടെ പ്രശ്നം പരിഹരിക്കാനെന്നൊക്കെ കൊണ്ട് നമ്മൾ ഇരിക്കുക? ഇവിടെ നോക്കിക്കേ, ജോസഫ് അവൻ ഒത്തിരിയേറെ വേദനയും വിഷാദിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും അവനുണ്ട്. ഇവരെക്കാളൊക്കെ ഒത്തിരിയേറെ അപമാനപ്പെട്ട ജീവിതവുമായിട്ട് ഈ തടവറയിൽ കഴിയുന്നവനാണ് ജോസഫ്. പക്ഷെ ജോസഫോ ഇവിടെ വായിക്കുകയാണ്, അവൻ തന്നോടൊപ്പം വേദനപ്പെട്ട് കഴിഞ്ഞ തന്റെ യജമാനന്റെ വീട്ടിലെ തടവറയിൽ തന്നോടൊത്ത് കഴിഞ്ഞിരുന്ന ആ തടവുകാരോട് അവൻ ചോദിക്കുകയാണ്, നിങ്ങളുടെ മുഖത്ത് എന്താണ് ഇന്നൊരു വിഷാദം? ഒന്ന് ചോദിക്കണം. വീട്ടിൽ ചെന്ന് ഭാര്യയോട്, എന്താണ് മകളെ നിന്റെ മുഖത്തൊരു വിഷാദം? ഭർത്താവിന് ജോലി സ്ഥലത്തെ ടെൻഷനും അല്ലെങ്കിൽ ബിസിനസ് നടത്തുന്നതിന്റെ പ്രശ്നങ്ങളൊക്കെ കാണും. എങ്കിലും നിന്റെ ഭാര്യയുടെ മുഖത്തെ വേദന, ആ വിഷാദം ഒന്ന് കണ്ട് മനസ്സിലാക്കാൻ പറ്റണം. ഭാര്യയ്ക്ക് ഒത്തിരിയേറെ കുടുംബത്തിന്റെ ഉത്തരവാദിത്തങ്ങളും വിഷമങ്ങളും കഷ്ടങ്ങളും ഒക്കെ ഉണ്ടാകും. പക്ഷേ ഭർത്താവിന്റെ വേദന കാണുമ്പോൾ ആ വേദന ചോദിക്കാൻ, ഇന്നെന്താ നിന്റെ വിഷമമെന്ന് ചോദിക്കാൻ പറ്റണം.
പ്രിയപ്പെട്ടവരെ, ഈ പരസ്പരമുള്ള ഈ മനസ്സിലാക്കൽ നമ്മുടെ ജീവിതത്തിന്റെ ഒത്തിരിയേറെ ഭാരങ്ങളെ ഇല്ലാതാക്കും. ജോസഫിന് വേണമെങ്കിൽ സ്വന്തം വിഷാദങ്ങളിലേക്കും സ്വന്തം കഷ്ടങ്ങളിലേക്കും സ്വന്തം കണ്ണീരിലേക്കുമൊക്കെ തിരിഞ്ഞ് അവിടെ ഇരുന്നാൽ മതിയായിരുന്നു. പക്ഷേ തടവറയിലിരുന്നപ്പോഴും ജോസഫ് സഹതടവുകാരുടെ വിഷാദങ്ങളിലേക്ക് അവൻ കടന്നു നിന്ന് ചോദിക്കുകയാണ്, എന്താ നിങ്ങളുടെ വിഷമം? ഉടനെ അവര് പറയുക, ഞങ്ങള് രണ്ടുപേരും ഒരേ സമയത്ത് സ്വപ്നം കാണുക. അപ്പം ജോസഫ് ചോദിക്കുന്ന ചോദ്യമുണ്ട്. അവർ പറയുകയാണ്, ജോസഫ് പറഞ്ഞു, വ്യാഖ്യാനം ദൈവത്തിൻ്റെതല്ലേ, സ്വപ്നം എന്താന്ന് പറയുക. നിങ്ങളാണല്ലോ എന്ത് പറയും? വ്യാഖ്യാനം ദൈവത്തിൻ്റെതല്ലേ, സ്വപ്നം എന്താണെന്ന് പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടോ, അത് തന്നോട് പറയേണ്ട കാര്യം എന്നാ? അങ്ങനെയാണ് ദൈവത്തോട് പറഞ്ഞാൽ പോരെ അല്ലേ? നമ്മൾ സ്വാഭാവികമായിട്ട് ചോദിച്ചേക്കാം. പക്ഷെ അവരതൊന്നും ചോദിക്കുന്നില്ല. അവർ തുടർന്ന് അവരുടെ സ്വപ്നം വ്യാഖ്യാനിച്ചു കൊടുക്കുകയാണ്. ആ സ്വപ്നം പറയുകയാണ്. സ്വപ്നം പറഞ്ഞപ്പോൾ വ്യാഖ്യാനിക്കുവാൻ കഴിവുണ്ടായിരുന്ന, ദൈവിക വെളിപാടുണ്ടായിരുന്ന ജോസഫ് വ്യക്തമായി അതിന്റെ വ്യാഖ്യാനം പറയുകയാണ്. ഒരാൾക്ക് അത് നല്ല ഒരു സ്വപ്നവും വേറൊരാൾക്ക് അവന്റെ അത് അത്ര നല്ലതല്ലാത്ത ഒരു സ്വപ്നവുമാണെന്ന് ജോസഫ് വ്യാഖ്യാനിച്ചു കൊടുത്തു. ഒരാൾക്ക് 3 ദിവസം കഴിയുമ്പോൾ അവന്റെ ശിക്ഷാ കാലാവധി കഴിഞ്ഞ് അവനെ രാജാവ് തന്റെ കൊട്ടാരത്തിലേക്ക് പാനപാത്രവാഹകനെ തൊഴിലിലേക്ക്, അവന്റെ ജോലിയിലേക്ക് തിരിച്ചെടുക്കുമെന്നാണ് ആ സ്വപ്നത്തിന്റെ അർത്ഥമെന്ന് പാനപാത്രവാഹകനോട് പറഞ്ഞു. മറ്റേ അപ്പക്കാരനോട് പറഞ്ഞു, പാചകക്കാരനോട് പറഞ്ഞു, നീ 3 ദിവസം കഴിയുമ്പോൾ നിന്നെ തൂക്കിലേറ്റി നിന്റെ ജീവിതം അവസാനിക്കാൻ പോകുന്നു. സ്വപ്നം രണ്ടും വ്യക്തമായിട്ട് അവൻ പറഞ്ഞു കൊടുത്തിട്ട് പാനപാത്രവാഹകനോട് ജോസഫ് പറഞ്ഞൊരു കാര്യമുണ്ട്. ജോസഫിനറിയാം, അവൻ ഇനി രാജാവിന്റെ സന്നിധിയിലേക്കാണ് പോകുന്നത്. രാജകൊട്ടാരത്തിൽ അവൻ ജോലി കിട്ടും. അങ്ങനെ ചെന്ന് കഴിയുമ്പോൾ നീ എന്നെ കൂടെ ഓർക്കണം. നീ ചെന്ന് കഴിയുമ്പം എന്നെയും ഈ തടവറയിൽ നിന്ന് പെട്ടെന്ന് തന്നെ ഒന്ന് മോചിക്കാനായിട്ട് എന്തെങ്കിലുമൊക്കെ ശുപാർശയൊക്കെ ചെയ്ത് എന്നെ നീ ഒന്ന് സഹായിച്ചേക്കണം കേട്ടോ. ഈ സ്വപ്നമൊക്കെ നിനക്ക് വ്യാഖ്യാനിച്ചു തന്നെ എന്നെ നീ മറക്കരുത് എന്നൊരു അപേക്ഷ. നമുക്കറിയാം, തുടർന്ന് വായിക്കുന്നു, 3 ദിവസം കഴിഞ്ഞപ്പോൾ ഒരാളെ രാജാവ് വധിക്കുകയാണ്. പാനപാത്രവാഹകനെ അവന് ശിക്ഷ ഇളച്ചു കൊടുത്ത് അവനെ വീണ്ടും കൊട്ടാരത്തിലേക്ക് അവനെ ജോലിക്ക് തിരിച്ചെടുക്കുകയും ചെയ്തു. പക്ഷെ നമ്മൾ കാണുന്നു ഒരു വേദനാജനമായ കാര്യമാണ്. ഈ പാനപാത്രവാഹകൻ അവൻ ജോസഫിന്റെ അപേക്ഷയും മറന്നു, അപേക്ഷകനെയും മറന്നു, അപേക്ഷയും മറന്നു, രണ്ടും മറന്നു കളഞ്ഞു. ഇവിടെ നമ്മൾ ഓർക്കുക, നമ്മൾ പലപ്പോഴും എന്താണെന്നറിയാമോ, മാനുഷികമായ കരങ്ങളും മാനുഷികമായ സഹായവും പലപ്പോഴും പ്രതീക്ഷിച്ചിരിക്കും. അത് പ്രതീക്ഷിച്ച് ദൈവത്തിന്റെ സഹായവും ദൈവകരങ്ങളും ഒക്കെ നമ്മൾ മറന്നു കളയും. പക്ഷെ ജോസഫ് മാനുഷികമായിട്ട് അത്രയും പറഞ്ഞെങ്കിലും ഇവന്റെ സഹായം നോക്കി അവൻ ഇരുന്നില്ല. ദൈവത്തിനൊരു സമയമുണ്ടെന്ന് ജോസഫിനറിയാം. 2 വർഷങ്ങൾ കഴിഞ്ഞു. ഇതാ അവിടെ പിന്നീട് ദൈവത്തിന്റെ സമയം അവന് സമാഗതമായി. അവന് വിടുതൽ കിട്ടുകയാണ്. അവൻ രാജകൊട്ടാരത്തിൽ വീണ്ടും അവൻ ഭരണാധികാരിയായി അവൻ നിയമിക്കപ്പെടുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഈജിപ്തിലെ ഏറ്റവും വലിയ ഭരണാധികാരിയായി ജോസഫ് അധികാരമേൽക്കുന്നതും അവനെ വെറുത്തുതള്ളി എല്ലാവർക്കും അവൻ ഉപകാരിയായി മാറുന്നതുമൊക്കെ ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ വായിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഭയപ്പെടുത്തുന്ന സകല മേഖലകളിലേക്കും യേശുവിനെ ക്ഷണിക്കണം നമ്മൾ. ഭയമെന്നത്, ഭയത്തിന്റെ എല്ലാ മേഖലകളിലേക്കും യേശുവിനെ ക്ഷണിക്കുക. ക്രിസ്തു കടന്നു വന്ന് ആ ഭയങ്ങളെയെല്ലാം നീക്കിക്കളഞ്ഞ് നിർഭയത്വത്തിന്റെ ക്രിസ്തീയ ജീവിതം നയിക്കാൻ അവിടുന്ന് നമ്മളെ ക്ഷണിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു കരമുയർത്തി ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കണ്ണുകൾ അടച്ച് ഒരു കരമുയർത്തി ഇങ്ങനെ പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, കാരുണ്യവാനായ ദൈവമേ, ഭയത്തെ നീക്കുവാൻ വേണ്ടി ഈ ലോകത്തിൽ അവതരിച്ച രക്ഷകനായ യേശുവേ, എന്റെ ജീവിതത്തിലും എന്റെ കുടുംബത്തിലുമുള്ള ഭയപ്പെടുത്തുന്ന സകല മേഖലകളിലേക്ക്
രക്ഷകനായി കടന്നു വരണമേ. അവിടുന്ന് രക്ഷകനായി കടന്നു വരണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഭയത്തിന്റെ ദുരാരൂപിയുണ്ട്. ഒരു ചില വ്യക്തികളെ വളരെ അസാധാരണമായ ഒരു വിധത്തിലുള്ള ഭയം അവരെ അലട്ടിക്കൊണ്ട് ആ ഭയത്തിന്റെ അടിമത്തത്തിൽ കഴിയുന്നവരുണ്ടാകാം. അങ്ങനെയുള്ള ഭയങ്ങളിൽ നിന്ന് ഒരു വിടുതൽ ലഭിക്കേണ്ടതുണ്ട്, ഡെലിവറൻസ് കിട്ടേണ്ടതുണ്ട്. നമ്മൾ ആരാധന നേരത്തിൽ നമ്മൾ ഇതിനു വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കും. തീർച്ചയായിട്ടും ഭയപ്പെടുത്തുന്ന മേഖലകളിൽ നിന്ന് പിശാച് നമ്മളെ വിടുവിക്കാൻ ആഗ്രഹിക്കുന്നു. പിശാചിന്റെ അടിമത്തത്തിൽ നിന്ന് ദൈവം നമ്മെ വിടുവിക്കാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നു. പിശാചിന് കടന്നു വരാനായിട്ട് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ കടന്നു വരാനുള്ള ഒരു നല്ലൊരു വഴിയാണ് ഭയപ്പെടുന്ന മനസ്സ്. അത് ഏത് വിധത്തിലുള്ള ഭയമാകട്ടെ, ഏത് വിധത്തിലുള്ള ഭയമായിരുന്നാലും ശരി, അപ്രകാരമുള്ള ഒരു മനസ്സെന്ന് പറയുന്നത് പിശാചിന് കടന്നു വരാനുള്ള ഒരു വഴിയാണ്. അതുകൊണ്ടാണ് നമ്മൾ വായിക്കുന്നു, തിമോത്തിക്ക് എഴുതിയ 2-ാമത്തെ ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ ഇങ്ങനെ എഴുതുകയാണ്. 1-ാം അധ്യായം 7-ാമത്തെ വചനം. ഭീരുത്വത്തിന്റെ ആത്മാവിനെ അല്ല നിങ്ങൾക്ക് ദൈവം നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത്, പിന്നെയോ സ്നേഹത്തിന്റെ, ശക്തിയുടെ, ആത്മനിയന്ത്രണത്തിന്റെ ആത്മാവിനെയാണ്. ശക്തിയുടെ ആത്മാവ്. ഈ ശക്തി എന്നത് ഒരു മനഃശാസ്ത്രപരമായ മനസ്സിന്റെ ശക്തിയല്ല, അതിനേക്കാളേറെ വിശ്വാസത്തിന്റെ ശക്തിയാണ്. ഇന്ന് ഒത്തിരി പേര് മരിക്കുന്നത് പോലും പേടിച്ചിട്ട് മരിക്കുന്നതാ. വിഷചികിത്സകരുടെ ഒരു മീറ്റിംഗില്, ഇന്ത്യയിലെ മുഴുവനുമുള്ള എല്ലാ വിഷചികിത്സകരുടെ ഒരു മീറ്റിംഗ് ഒരിക്കൽ കൊച്ചിയിൽ വെച്ച് നടത്തിയപ്പോൾ അവര് ആ ഒരു മീറ്റിംഗിന്റെ അവസാനം അവര് അഭിപ്രായപ്പെട്ട ഒരു കാര്യം ഇതാണ്: പാമ്പ് കടിച്ച 70% ആളുകളും പാമ്പ് കടിച്ച് മരിക്കുന്നവരിൽ 70% ആളുകളും മരിക്കുന്നവരല്ല എന്നാണ്. പിന്നെയോ അവരൊക്കെ മരിക്കാൻ കാരണം പേടിയാണ്. പേടിച്ച് മരിക്കുന്നവരാണ് അധികവും. പ്രിയപ്പെട്ടവരെ, ഈ ഭയമെന്നത് നമ്മളെ പലപ്പോഴും രോഗികളാക്കി മാറ്റുന്നുണ്ട്. ആസ്മ രോഗവുമായിട്ട് എന്റെ അടുക്കൽ വന്ന ഒരു അമ്മച്ചിയെ ഞാൻ ഓർക്കുകയാണ്. ഈ സമീപകാലത്ത് വന്ന ഒരമ്മച്ചി, തമിഴ്നാട്ടിൽ വെച്ച് വലിയ ആസ്മ രോഗമാണ്. അമ്മച്ചിക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അമ്മച്ചി ഒത്തിരിയേറെ ഡോക്ടർമാരെ കണ്ടു, ധാരാളം ഡോക്ടർമാരെ കണ്ടു. പക്ഷെ ഒരു ഡോക്ടർമാർക്കും ഈ ആസ്മയുടെ കാരണം എന്നാന്നോ, ഈ ആസ്മയ്ക്ക് മരുന്ന് കൊടുത്താലും ഈ ആസ്മ മാറുന്നില്ല. അങ്ങനെ അമ്മച്ചി അവിടെ ഒരു ധ്യാനത്തിന് വന്നതാണ്. കാണാൻ വേണ്ടി വന്നിട്ട് പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് തീ എന്ന ഒരു കാര്യം കർത്താവ് വെളിപ്പെടുത്തി കൊടുത്തു. ഞാൻ ചോദിച്ചു, തീയെ പേടിയുണ്ടോ, അല്ലെ തീ കണ്ട് പേടിച്ചിട്ടുണ്ടോ? അമ്മച്ചി പറഞ്ഞു, അമ്മച്ചിക്ക് ഒരു കാര്യം ഓർമ്മ വന്നു. വളരെ കല്യാണം കഴിഞ്ഞ് ആദ്യകാലങ്ങളിലാണ് ഇരട്ട കുഞ്ഞുങ്ങളെ പ്രസവിച്ച് ആ കുഞ്ഞുങ്ങളെ വീട്ടില് കിടത്തിയിട്ട് ഈ അമ്മച്ചി അല്പം അകലെയുള്ള ഒരു സ്ഥലത്ത് വിറവിറക്കാൻ വേണ്ടി പോയതാണ്. വിറക് പിറക്കാൻ വേണ്ടി പോയ അമ്മച്ചി വിറക് ശേഖരിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് ആരോ വിളിച്ച് ഈ അമ്മച്ചിയോട് പറഞ്ഞു, എടി, നിന്റെ വീടിന് തീ പിടിച്ചിരിക്കുന്നു, ഓടിച്ചെല്ല്. ശേഖരിച്ചുകൊണ്ടിരുന്ന വിറകെല്ലാം എവിടെയോ എറിഞ്ഞിട്ടിട്ട് അമ്മച്ചി ഓടിച്ചെല്ലുകയാണ്. ഓടിച്ചെല്ലുമ്പോഴേക്ക് അവളുടെ കുടില് മുഴുവനും തീ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അകത്ത് ചെന്ന് നോക്കുമ്പോഴേക്ക് ആ കുടില് മാത്രമല്ല, കുഞ്ഞുങ്ങൾ കിടന്നിരുന്ന കിടക്കയും തീ പിടിച്ച് 2 കുഞ്ഞുങ്ങളും എരിഞ്ഞ് മരിച്ചുപോയി. ആ ഭയം ഈ അമ്മച്ചിയെ ഒരു ആസ്മാരോഗിയാക്കി പിന്നീട് മാറ്റിയെന്ന് ദൈവത്തിന്റെ ആത്മാവ് വെളിപ്പെടുത്തി കൊടുത്തു. ധ്യാനത്തിൽ വെച്ച് ആ വേദനയും ആ കുഞ്ഞുങ്ങൾ മരിച്ചതും വീട് കത്തി ആ കുഞ്ഞുങ്ങൾ, തന്റെ പ്രിയപ്പെട്ട 2 പൊന്നോമന കുഞ്ഞുങ്ങൾ മരിച്ചതും അതുമൂലം മനസ്സിനുണ്ടായ ആ ഭയവുമെല്ലാം ദൈവത്തിന്റെ മുമ്പിലേക്ക്, ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് ഈ അമ്മച്ചി പ്രാർത്ഥിച്ചപ്പോഴോ, ദൈവത്തിനൊരു സ്തോത്രം പറഞ്ഞ് ഹല്ലേലൂയ പാടി ദൈവത്തിന് നന്ദി പറഞ്ഞപ്പോഴോ അമ്മച്ചി രോഗസൗഖ്യം നേടി ധ്യാനകേന്ദ്രത്തിൽ നിന്ന് തിരിച്ചു പോവുകയാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഭയം, പേടി എന്നത് നമ്മെ രോഗികളാക്കി മാറ്റുന്നു.
ഭയമെന്നത് നമ്മെ പിശാചിന്റെ അടിമത്തത്തിലാക്കുന്നു. പിശാച് നമ്മുടെ മേൽ ആധിപത്യം ഉറപ്പിക്കാൻ ഈ ഭയമെന്ന ആയുധം ഉപയോഗിക്കുന്നുണ്ട്. എന്നാൽ എല്ലാ ഭയങ്ങളെയും കർത്താവായ യേശുവിനെ ഹൃദയത്തിൽ രക്ഷകനും നാഥനുമായി സ്വീകരിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ നിന്ന് അത് നീങ്ങിപ്പോകുകയാണ്. എല്ലാ ഭയങ്ങളും ബഹിഷ്കരിക്കപ്പെടുകയാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാവരും ഒരു നിമിഷം എഴുന്നേറ്റ് നിൽക്കാം. കണ്ണുകളടച്ച് രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് നിങ്ങളുടെ മനസ്സിനെയും ഇതോടൊപ്പം ഉയർത്തിപ്പിടിക്കുക. കരങ്ങൾ ഉയർത്തുമ്പോൾ നിന്റെ മനസ്സിന്റെ മേഖലയിലെ എല്ലാ ഭയത്തെയും, സകലവിധത്തിലുള്ള ഭയത്തെയും, ഭയപ്പെടുത്തുന്ന നിന്റെ ജീവിത പ്രശ്നങ്ങളെയും കഴിഞ്ഞകാല ഓർമ്മകളെല്ലാം യേശുവിന്റെ മുമ്പിലേക്ക് ഇപ്പോൾ സമർപ്പിക്കുക. ഭയപ്പെടാവുന്ന, വിഷാദിച്ചിരിക്കാവുന്ന പ്രശ്നങ്ങളുടെ മധ്യത്തിൽ ജോസഫ് നിർഭയനായി അവൻ ജീവിച്ചെങ്കിൽ ഇന്നോ രക്ഷകനെ കാണുവാനും രക്ഷകനെ സ്വീകരിക്കാനും യേശുവേ എന്ന് വിളിക്കാനും ഭാഗ്യം ലഭിച്ച പുതിയ നിയമ തലമുറയായ നമുക്ക് ഈ നിമിഷം കരങ്ങൾ ഉയർത്തി കണ്ണുകളടച്ച് യേശുവെ വിളിച്ച്, യേശുനാമത്തെ വിളിച്ച് അവിടുത്തെ ആരാധിക്കാം, സ്തുതിക്കാം. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. Praise the Lord. Hallelujah. 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 കരമുയർത്തി hallelujah. 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 എല്ലാവരും hallelujah. 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 കർത്താവായ യേശുവേ, കർത്താവായ യേശുവേ, എന്നെ പൂർണ്ണമായി, എന്റെ കുടുംബത്തെ, എന്റെ പ്രിയപ്പെട്ടവരെ പൂർണ്ണമായി ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു. എന്നെ ഭയപ്പെടുത്തുന്ന സകലതിനെയും അങ്ങേ കരങ്ങളിലേക്ക് ഞാൻ അടിയറവ് വയ്ക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.